യിരെമ്യാവിന്റെ പ്രവചന പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ. യഹോവയെങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട അമ്മയുടെ ഉദരഗൃഹത്തിൽ വെച്ചു തന്നെ പ്രവാചകനായി നിയമിക്കപ്പെട്ട ഈ ദൈവത്തിന്റെ അഭിഷിക്തനോട് യഹോവ അരുളി ചെയ്യുകയാണ്, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കുറെ ചിത്രങ്ങളുണ്ട്. ഈ തിരുവെഴുത്തുകൾ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയുക, വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുന്ന ആലോചനയെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹപൂർണമാകും. യിരെമ്യാവ് ദൈവം പറഞ്ഞതുപോലെ എഴുന്നേറ്റു, കുശവന്റെ വീട്ടിൽ ചെന്നു. അവിടെ അവൻ ചില കാഴ്ചകൾ കണ്ടു. ആ കാഴ്ച കുശവന്റെ ചക്രത്തിൽ ഇരിക്കുന്ന കളിമണ്ണാണ്. ആ കളിമണ്ണിനെ രൂപപ്പെടുത്തുന്ന കുശവന്റെ കരമാണ്. എന്നാൽ ആ കുശവൻ കളിമണ്ണിനെ രൂപപ്പെടുത്തുമ്പോൾ അത് പകുതി വഴിക്ക് ഉടഞ്ഞുപോയി. ഉടഞ്ഞുപോയതിനെ എറിഞ്ഞുകളയാതെ വീണ്ടും അതിനെ തിരിച്ചു പണിയുന്ന കുശവനെ യിരെമ്യാവ് അവിടെ കണ്ടു. ആ മൂമെന്റിൽ യിരെമ്യാവിനോട് ദൈവം പറയുകയാണ്, യിരെമ്യാവേ, നീ ഈ കാഴ്ച കാണുന്നുണ്ടോ? കുശവന്റെ കയ്യിൽ കളിമണ്ണ് ഇരിക്കുന്നത് പോലെയാണ് എൻ്റെ ജനം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ന സത്യം നീ വിളിച്ചു പറയണം. കുശവന്റെ ഭവനത്തിലേക്ക് പോകുന്ന യിരെമ്യാവിന് പ്രധാനമായി 4 കാര്യങ്ങൾ അവിടെ കാണുവാൻ കഴിയുന്നു. ഒന്ന്, ഒരു പണിശാല യിരെമ്യാവിന് അവിടെ കാണാം, കുശവന്റെ പണിശാല. 2, കറങ്ങുന്ന ഒരു ചക്രം യിരെമ്യാവിന് അവിടെ കാണാം. 3, കുശവന്റെ സ്വപ്നങ്ങൾക്കൊത്തവണ്ണം രൂപപ്പെടാതെ പോയ ഒരു മണ്ണ് അവിടെ കാണാം. 4, ചീത്തയായി പോയതിനെ ആരും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ മറ്റാരും ചിന്തിക്കാത്ത നിലയിൽ മറ്റൊരു പാത്രമാക്കി തീർത്ത ഒരു കരം അവിടെ കാണാം. എന്ന് പറഞ്ഞാൽ ഒരു സ്കിൽഡ് ഹാൻഡ്, ഒരു എക്സ്പീരിയൻസ്ഡ് ഹാൻഡ് നിങ്ങൾക്ക് അവിടെ കാണാം. പരിചയ സമ്പത്തുള്ള ഒരു കരമാണ് മണ്ണിനകത്ത് ചലിക്കുന്നത്. അതുകൊണ്ടാണ് ഉടഞ്ഞുപോയ, തകർന്നുപോയ, എറിഞ്ഞു കളയാൻ പാകമായതിനെ വീണ്ടും ആ കരത്തിന് പണിയുവാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. ഈ ഭാഗത്തിൽ നിന്ന് കർത്താവിന്റെ ആത്മാവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. ഒന്നാമതായി യിരെമ്യാവിനോട് ദൈവം പറഞ്ഞത്, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക എന്നാണ്. നീ എഴുന്നേൽക്കുക. എനിക്ക് നിന്നെ കാണിക്കുവാനുള്ളതും എനിക്ക് നിന്നെ അറിയിക്കുവാനുള്ളതും, നിന്നെ അറിയിക്കണമെങ്കിൽ, നിന്നെ കാണിക്കണമെങ്കിൽ നീ ഇപ്പോൾ ആയിരിക്കുന്ന കംഫർട്ട് സോണിനകത്തിരുന്നാൽ എനിക്ക് നിന്നെ അറിയിക്കുവാനോ കാണിക്കുവാനോ കഴിയുകയില്ല. നീ എഴുന്നേറ്റാൽ മാത്രമേ എനിക്ക് ചിലത് കേൾപ്പിക്കുവാനും കാണിക്കുവാനും കഴിയുകയുള്ളൂ. ഇവിടെ ഈ സംഭവത്തിന്റെ പിറകിൽ ഒരു വലിയ ചിന്തയുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിന് വളരെ പ്രത്യേകമായ പദ്ധതിയും ലക്ഷ്യവുമുണ്ടെന്നും ആ പദ്ധതിയും ലക്ഷ്യവും നിറവേറേണ്ടതിന് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നിരന്തരമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും നാം തിരിച്ചറിയണം. കുശവന്റെ ശാലയിലേക്ക് യിരെമ്യാവ് കടന്നു ചെല്ലുമ്പോൾ കയ്യും കെട്ടി കിടന്നുറങ്ങുന്ന ഒരു കുശവനെ അല്ല യിരെമ്യാവ് കണ്ടത്. ചക്രത്തിന്റെ മേൽ വിരലുകൾ ചലിപ്പിക്കുന്ന,
തകർന്നു പോയതിനെയും വീണ്ടും പണിയുന്ന, ചീത്തയായി പോയതിനെയും റിപ്പയർ ചെയ്തെടുക്കുന്ന, റിപ്പയർ ചെയ്യുക എന്നുള്ളതല്ല, റീക്രിയേറ്റ് ചെയ്യുന്ന, പുനർനിർമ്മിക്കുന്ന, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കരമാണ് അവിടെ നാം കാണുന്നത്. കുശവന്റെ മനസ്സിൽ വെളിപ്പെട്ട ഒരു പ്ലാനിലാണ് ആ ചെളി എടുക്കുന്നത്. കുശവൻ ചെളി കളക്ട് ചെയ്തത്, ആ മണ്ണ് കളക്ട് ചെയ്തത് തൻ്റെ മനസ്സിലുണ്ടായിരിക്കുന്ന ഒരു പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ്, ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ആ പ്ലാനിലേക്ക് മണ്ണിനെ എത്തിക്കാൻ ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിലൂടെ മണ്ണിനെ കടത്തിവിടുന്നത് ഒരു പർപ്പസിനാണ്. ഇന്ന് പകലിൽ ദൈവകരങ്ങളിൽ ഇരിക്കുന്ന ഞാനും കുശവന്റെ കയ്യിൽ ഒരു കളിമണ്ണ് പോലെയാണെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, അതെ, ഞാൻ മണ്ണാകുന്നു എന്നുള്ളതിന് ഒരു സംശയമില്ല. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ മനുഷ്യ, നിന്നെ കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത് നീ മണ്ണാകുന്നു എന്നാണ്. പൊടിയിൽ നിന്ന് എടുത്തത് പൊടിയിലേക്ക് തിരിച്ചു ചേരും എന്നുള്ളതാണ്. കൂടാരമാകുന്ന ഈ ഭൗമഭവനം എന്നാണ് പൗലോസ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മർത്യമായത് മണ്ണോട് ചേരുമെന്നാണ് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നത്. എന്നാൽ അമർത്യതയിൽ, പുനരുത്ഥാന നാളിൽ നിന്റെ ആത്മാവിൽ, നിന്റെ ശരീരത്തിൽ ഉയർപ്പുണ്ടാകും. അത് നിന്റെ മണ്ണിന്റെ ഗുണം കൊണ്ടല്ല, നിന്നെ സൃഷ്ടിച്ച കുശവന്റെ കൈയുടെ കരവിരുതാണത്. ഹല്ലേലൂയ. മനുഷ്യ, മണ്ണാകുന്നു നീ എന്നുള്ള സത്യം മറന്നു പോകണ്ട. വീണ്ടും ഞാൻ പറയുന്നു, ഈ മണ്ണിനെ ദൈവം എടുത്തതിന്റെ പിറകിൽ ഒരു പ്ലാൻ ഉണ്ട്. വാ തുറന്ന് പറയുക, എന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. ആരാണ് ഈ കുശവൻ? ദൈവമാണ്. ദൈവമാണ്. കുശവന്റെ ചക്രത്തിന്റെ മേലിരിക്കുന്ന മണ്ണാരാണ്? ഞാനാണ്. ഏത് കരമാണ് എന്നെ പണിയുന്നത്? കുശവന്റെ കരമാണ്. ഈ തിരുവെഴുത്തിൽ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ കുശവൻ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുമ്പോഴെല്ലാം അത് ദൈവമാണ് എന്ന ചിന്ത അകത്തുണ്ടാകണം. ഒന്നാമതായി മനസ്സിലാക്കുക, ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പ്ലാൻ ഉണ്ട്. 2, മണ്ണിനെ ഒരു പ്ലാനോട് കൂടെയാണ് എടുക്കുന്നതെങ്കിലും ആ മണ്ണിനെ ഒരു പാത്രമാക്കി തീർക്കാൻ ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്, ആ പ്രക്രിയ വെളിപ്പെടുത്തുന്നത് ഒരു പർപ്പസിന് വേണ്ടിയാണ്. വാ തുറന്ന് പറയാമോ, എന്നെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനിൽ എത്തുവാൻ എന്നിൽ വെളിപ്പെടുന്ന ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ആ പ്രോസസ്സിനകത്ത് ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. എപ്പോഴും ഓർക്കണം, പ്ലാനും പർപ്പസും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. പ്ലാൻ ദൈവത്തിൻ്റെയാണ്, പർപ്പസും ദൈവത്തിൻ്റെയാണ്. പക്ഷെ പ്രോസസ്സിലൂടെ പോകേണ്ടത് നിങ്ങളാണ്. ഹല്ലേലൂയ. കുശവൻ കയ്യിൽ മണ്ണിനെ എടുക്കുമ്പോൾ കുശവന്റെ മനസ്സിൽ ഉള്ള ഒരു ചിന്ത പറയാം. എൻ്റെ മനസ്സിൽ പ്ലാൻ ഉണ്ടെങ്കിലും, എൻ്റെ മനസ്സിൽ പർപ്പസ് ഉണ്ടെങ്കിലും, മണ്ണേ, കളിമണ്ണേ, നിന്നെ കൂടാതെ എൻ്റെ പ്ലാനും പർപ്പസും നടക്കില്ല. പ്ലാൻ ദൈവത്തിൻ്റെയാണ്, പർപ്പസ് ദൈവത്തിൻ്റെയാണ്. പ്രോസസ്സിലൂടെ പോകേണ്ടത് മണ്ണാണ്. പക്ഷെ ദൈവത്തിന് പറയാനുള്ള സന്ദേശം, ഞാൻ എത്ര വലിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്താലും, എനിക്കെത്ര വലിയ പർപ്പസുകൾ ഈ ലോകത്തെക്കുറിച്ചുണ്ടെങ്കിലും, കേവലം മണ്ണാകുന്ന നിന്നെ മറന്നിട്ട് എനിക്കത് ചെയ്യുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിന് ഈ ഭൂമിയെക്കുറിച്ചും ഈ ഭൂമിയിലുള്ള തൻ്റെ ജനത്തെക്കുറിച്ചും തൻ്റെ പ്ലാനിൽ ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസിലെത്താൻ ഒരു പ്രോസസ്സാണ്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രോസസ്സാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ടോ?
കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ടോ? വെല്ലുവിളികൾ അനുഭവിക്കുന്നുണ്ടോ? ഞാൻ ഈ പറയുന്നത് ലോകപരമായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചല്ല. കുശവന്റെ ചക്രത്തിലിരിക്കുന്ന കളിമണ്ണിനെ കുറിച്ചാണ്. എവിടെയോ കിടന്ന ചെളിയാകുന്ന മണ്ണാകുന്ന നിന്നെ കോരിയെടുത്ത് ശാലയ്ക്കകത്ത് ചക്രത്തിനകത്ത് കൊണ്ടുവച്ചിരിക്കുന്നു. അവരെ കുറിച്ചാണ്. പ്രൈസ് ഗോഡ്. ഇന്നും കണ്ടത്തിലും വഴിയറമ്പിലും കിടക്കുന്ന ഏതോ ഒരു മണ്ണിനെ കുറിച്ചല്ല കുശവന് പറയാനുള്ളത്. എന്റെ ചക്രത്തിൽ കയറിയ മണ്ണിനെ കുറിച്ചാണ് കുശവന് പറയാനുള്ളത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഓർക്കുക, ഞാനും നിങ്ങളും ഒരു പ്രോസസ്സിലാണ്. ഹല്ലേലൂയ. മണ്ണൊരു കാര്യം മനസ്സിലാക്കണം. മണ്ണേ, നീ വെറും മണ്ണാണ്. നിനക്കൊരു ഷേപ്പും ഇല്ല. നീ സാധാ മണ്ണാണ്. പക്ഷേ കുശവന്റെ മനസ്സിൽ തൻ്റെ കയ്യിലിരിക്കുന്ന മണ്ണിനെ കുറിച്ചൊരു സ്വപ്നമുണ്ട്. മണ്ണ് മനസ്സിലാക്കണം, നമുക്ക് വ്യക്തിപരമായി സ്വപ്നങ്ങളില്ല. നമുക്ക് വ്യക്തിപരമായി നമ്മുടെ കഴിവുകൾ കൊണ്ട് എന്തെങ്കിലും നേടിയെടുക്കുവാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നെങ്കിൽ, നമ്മുടെ ചിന്തകൾക്കൊത്ത് നമ്മളെ പണിയുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, നാം തന്നെയാണ് നമ്മെ പണിയുന്നതെങ്കിൽ, അല്ലെങ്കിൽ പൈശാചിക ശക്തിയുടെ കരതലത്തിലാണ് നീ പണിയപ്പെടുന്നതെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന ഷേപ്പിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയില്ല. കാരണം മണ്ണ് വെറും മണ്ണാണ്. മണ്ണിന് പ്രത്യേകിച്ച് ഷേപ്പില്ല. കുശവന്റെ ശാലയിൽ ചക്രത്തിൽ വന്നു കഴിഞ്ഞ് കുശവന്റെ കരം അതിൽ വെളിപ്പെട്ട് കഴിയുമ്പോഴാണ് മണ്ണെ നിനക്കൊരു ഷേപ്പ് ഉണ്ടാകുന്നത്, നിനക്കൊരു രൂപമുണ്ടാകുന്നത്. നിങ്ങൾക്കറിയുമോ, ആദിയിൽ ദൈവം ഈ മണ്ണാണ് കയ്യിലെടുത്തത്. ഈ മണ്ണിനെയാണ് ആദം എന്നൊരു മനുഷ്യരൂപമാക്കി അവൻ തീർക്കുന്നത്. വലിയ സ്വപ്നത്തോടെയും വലിയ പ്ലാനോടും കൂടെയാണ് അന്ന് ഈ മണ്ണ് ദൈവം കയ്യിലെടുത്തത്. വലിയ സ്വപ്നങ്ങളോടുകൂടെ, വലിയ പ്ലാനോടുകൂടെ ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായങ്ങൾ നാം വായിക്കുന്ന സാഹചര്യത്തിൽ വളരെ പ്രതീക്ഷയോടെ അന്ന് യഹോവയായ ദൈവം പൊടിയെടുത്തു, മണ്ണെടുത്തു. ആ കുശവന്റെ കരം അന്ന് ചലിച്ചത് നമുക്കവിടെ കാണാം. സ്വപ്നങ്ങളോടുകൂടെ അവന്റെ മനസ്സിനൊത്തവണ്ണം ഒരു ഷേപ്പിലേക്ക് അവനെ കൊണ്ടുവന്നു. പ്രതീക്ഷയോടുകൂടെ ആ മണ്ണിനെ പണിതുയർത്തി മനുഷ്യനാക്കി തീർത്തു. തൻ്റെ ആത്മാവും ജീവശ്വാസവും അവനിലേക്ക് ഊതി. പക്ഷേ അവൻ്റെ സ്വപ്നങ്ങൾക്കൊത്തവണ്ണം എത്താൻ കഴിയാതെ പോയ മനുഷ്യൻ, അവൻ്റെ സ്വപ്നങ്ങൾക്കൊത്തവണ്ണം അവൻ ഉദ്ദേശിച്ച ഷേപ്പിലേക്ക് വരാൻ കഴിയാതെ പോയ മനുഷ്യൻ, പൈശാചിക മണ്ഡലം കൊടുത്ത ഉപദേശങ്ങൾക്ക് വിധേയപ്പെട്ട് അവൻ്റെ ബുദ്ധിയിൽ അവൻ പ്രവർത്തിച്ചപ്പോൾ മനുഷ്യ ദൈവത്തിൻ്റെ ഷേപ്പിൽ നിന്ന്, ദൈവത്തിൻ്റെ രൂപസാദൃശ്യത്തിൽ നിന്ന്, അവൻ്റെ കരത്താൽ ഉളവാക്കപ്പെട്ട സ്വപ്ന പദ്ധതിയിൽ നിന്ന് നീ പുറത്താക്കപ്പെട്ടു. ഹല്ലേലൂയ. തിരിച്ചറിയണം സഹോദരങ്ങളെ, അന്ന് ദൈവത്തിന്റെ കരത്തിൽ ദൈവം മണ്ണെടുത്ത്, ദൈവത്തിന്റെ പ്ലാനിൽ ദൈവം മണ്ണെടുത്ത് മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിലും ആ മനുഷ്യൻ പർപ്പസിലെത്തിയില്ല, പ്രോസസ്സിൽ തകർന്നുപോയി. ഞാനതാ പറഞ്ഞ് ഇനിയുള്ള സന്ദേശം താഴോട്ട് വായിക്കുമ്പോൾ ഈ 3 പദം അകത്തുനിന്ന് പോകരുത്. മണ്ണെടുത്ത കുശവൻ ഒരു പ്ലാൻ ഉണ്ട്. പ്ലാനിനകത്ത് കയറിയ മണ്ണിനൊരു പ്രോസസ് ഉണ്ട്. പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന മണ്ണ് ഓർക്കണം, നിന്നെ പദ്ധതിയോടുകൂടെ പ്ലാനോടുകൂടെ എടുത്ത കുശവന് നിന്നെ കൊണ്ടൊരു പർപ്പസ് ഉണ്ട്. ഹല്ലേലൂയ. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉൽപ്പത്തിയിൽ ദൈവം മണ്ണെടുത്ത കുശവൻ അന്ന് ഈ മണ്ണെടുത്ത ചരിത്രം എടുത്തത്. പ്ലാനിൻ പ്രകാരം എടുത്ത മണ്ണാണത്. ആ മണ്ണ് കൊണ്ട് അവനെ സൃഷ്ടിച്ചെങ്കിലും പ്രോസസ്സിനകത്ത് അവൻ ഉടഞ്ഞുപോയി, പർപ്പസിൽ അവൻ എത്തിയില്ല. എന്നാൽ അന്ന് ഉടഞ്ഞ മനുഷ്യന്റെ ജീവിതത്തെ പർപ്പസിൽ എത്തിക്കാൻ വേണ്ടിയാണ് പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ഞാൻ ആ ഭാഗത്തിലോട്ട് കയറുകയാണ്. ഹല്ലേലൂയ. ഉടഞ്ഞുപോയ പാത്രങ്ങളെ, ഉടഞ്ഞുപോയ ദൈവ പദ്ധതിയെ, ഉടഞ്ഞുപോയ കളിമണ്ണിനെ റീബിൽഡ് ചെയ്യാൻ, യിരെമ്യാവിനോട് പറഞ്ഞതുപോലെ ചീത്തയായി പോയ മണ്ണിനെ വീണ്ടും പണിയാൻ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഹല്ലേലൂയ.
നമുക്കത് കാണാൻ കഴിയും. പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്ന് ചീത്തയായി പോയ ഒരുപാട് പാത്രങ്ങളെ പണിയുന്നത്. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മീനെ പോലും കിട്ടാതെ നിരാശനായി നിന്ന, കടൽക്കരയിൽ നിരാശയോടെ വല കഴുകിക്കൊണ്ടിരുന്ന പത്രോസിന്റെ അടുക്കൽ വന്ന് വലയും വള്ളവും നിറയെ മത്സ്യം കൊടുത്തപ്പോൾ, നാഥ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാകുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ചീത്തയാ കർത്താവേ, എന്നെ കൊള്ളില്ല ദൈവമേ, ഞാനൊരു വൃത്തികെട്ട മനുഷ്യനാണ് എന്ന് പറഞ്ഞ പത്രോസിനെ ഉടഞ്ഞുപോയ പാത്രത്തെ റീബിൽഡ് ചെയ്ത്, വാക്കിന് പോലും വിലയില്ലാത്ത, പ്രവർത്തികൾക്ക് അർത്ഥമില്ലാത്ത, വാക്കിന് വിലയില്ലാത്തവന്റെ നിഴലിന് പോലും വിലയുള്ളവനാക്കി ആ കുശവൻ തീർത്തു. അതെ, പാപിനിയായ 7 ദുരാത്മാക്കൾ ശരീരത്തിൽ ബാധിച്ച, തെരുവ് ജീവിതം നയിച്ച, സകലരാലും തള്ളപ്പെട്ട മഗ്ദലക്കാരുത്തി മറിയ എന്ന സ്ത്രീയെ ഈ കുശവൻ ഒരു വിശുദ്ധയാക്കി പണിതുയർത്തി. ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനയായിരുന്ന, ഷെയ്പ്പില്ലാതിരുന്ന കൂനയായ സ്ത്രീയെ തൊട്ടപ്പോൾ കുശവന്റെ കരം അവളുടെ മേളിൽ വന്നപ്പോൾ അവൾ നിവർന്നു നിന്നു. അതെ, അവന്റെ പണിശാലയിൽ പുതുക്കാൻ കഴിയാത്ത ഒരു മണ്ണുമില്ല. അവന്റെ ചക്രത്തിൽ, അവന്റെ കരത്തിൽ അവന് പണിതുയർത്താൻ കഴിയാത്ത ഒരു വ്യക്തിത്വമില്ല. ബൈബിൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന പ്രവചന ഭാഗങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്, ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയില്ല, പുകയുന്ന തിരിയെ അവൻ കെടുത്തില്ല. മനുഷ്യന്റെ ചിന്തയിൽ, മാനുഷികമായ ഭാഷയിൽ ചതഞ്ഞ ഓട ഉപയോഗിക്കാൻ കൊള്ളാത്തതാണ്. പുകഞ്ഞ കൊള്ളി പുറത്താണ്, പുകഞ്ഞ തിരി വേസ്റ്റാണ്, പുകഞ്ഞ തിരി പുറത്താണ്. പക്ഷെ പുകഞ്ഞ തിരിയെയും വീണ്ടും കത്തിക്കുന്നവൻ, ചതഞ്ഞ ഓടയെ ഓടക്കുഴലാക്കി തീർക്കുന്നവൻ ഇന്ന് പകൽ ജീവിക്കുന്നുണ്ട് എന്ന സത്യം തിരിച്ചറിയുക. ആ കരത്തിലാണ് ഞാൻ ഇരിക്കുന്നത്, ആ ചക്രത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അവന്റെ കരം ഇപ്പോഴും എന്നെ പണിതുയർത്തുന്നു എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എത്രയോ ഉടഞ്ഞുപോയ പാത്രങ്ങളെ, ചീത്തയായി പോയ പാത്രങ്ങളെ ഈ കരം പണിതുയർത്തിയിട്ടുണ്ട്. യേശു കർത്താവിന്റെ കാലഘട്ടത്തിൽ ആ കരം പണിതുയർത്തിയ എത്രയോ കരങ്ങൾ. യഹോവയായ ദൈവം അദൃശ്യനായി നിന്നുകൊണ്ട് പ്രവർത്തിച്ച കാലഘട്ടത്തിൽ പണിതുയർത്തിയ എത്രയോ കരങ്ങൾ. ഞാൻ എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ, യേശു കർത്താവ് കുരുടന്റെ കണ്ണേലോട്ട് തൊട്ടു ആ കുശവന്റെ കരം. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ച ആ കുശവന്റെ കരം തിമായുടെ മകനായ ബർത്തിമായുടെ കണ്ണെ തൊട്ടപ്പം അവനെ സംബന്ധിച്ച് വക്കു പൊട്ടിപ്പോയ പാത്രത്തിന്റെ ഒരു വക്ക് പിടിപ്പിച്ചതുപോലെയാണ് കണ്ണു കൊടുത്തത്. സ്തോത്രം. കാരണം നിന്റെ മുഴു ശരീരത്തെയും പണിതുയർത്തിയ കരമാണത്. സ്തോത്രം. ഇനി ഒരു പദം ഞാൻ പറയുമ്പോൾ ആ പദത്തിന് വളരെ ഗൗരവമുണ്ട്. കുശവന്റെ കയ്യിലിരിക്കുന്ന മണ്ണിന് ആ കരത്തെ വിശ്വസിക്കാൻ കഴിയണം. കുശവന്റെ കരത്തിലിരിക്കുന്ന കളിമണ്ണിന് നിന്നെ പദ്ധതിയോടുകൂടെ എടുത്ത, കോരിക്കൊണ്ടുവന്ന, എവിടെയോ കിടന്ന് നിന്നെ കോരിക്കൊണ്ടുവന്ന് ചക്രത്തിന്റെ മേൽ വെച്ച, ഇപ്പോഴും നിന്റെ മേളിൽ വിരലുകൾ ഓടിച്ച് നിന്നിൽ നിന്ന് കണ്ണുകൾ പിൻവലിക്കാതെ നിന്നെ തന്നെ സൂക്ഷിച്ചു നോക്കി നിന്നെ പണിതുകൊണ്ടിരിക്കുന്ന ആ കൈ നിനക്ക് വിശ്വസിക്കാൻ പറ്റണം. മണ്ണുകളോട്, മനുഷ്യ, നിങ്ങൾ എത്ര പ്രസംഗം കേട്ടാലും, എത്ര വചനം കേട്ടാലും, എന്തെല്ലാം പ്രസംഗിച്ചാലും മാനസാന്തരപ്പെടാത്ത, നന്നാകാത്ത, ഏറ്റെടുക്കാത്ത ഒരു തലമുറയുടെ നടുവിൽ നാം ജീവിക്കുമ്പോൾ ഒരാളെങ്കിലും, ഈ സർവീസ് കേൾക്കുന്ന ഒരാളെങ്കിലും ഈ പദമൊന്ന് സ്വീകരിക്കണമേ. അപേക്ഷയാണ്. കുശവന്റെ കയ്യിലിരിക്കുന്ന മണ്ണിന് ആ കരത്തെ വിശ്വസിക്കാൻ കഴിയണം. ആ കരത്തെ വിശ്വസിക്കാൻ കഴിയുമ്പോൾ തന്നെ ഈ കുശവന്റെ കരം എന്നെ പണിതുകൊണ്ടിരിക്കുകയാണ്. ആ കൈ എന്നെ ചതിക്കില്ല, ആ കൈ എന്നെ തകർക്കില്ല. ഞാൻ തകർന്നു പോയാലും
ഞാൻ ഏതു കരത്തിലാണോ ഇരിക്കുന്നത് ആ കരത്തിന് എന്നെ വീണ്ടും പണിയാൻ കഴിയുമെന്ന വിശ്വാസം മണ്ണിനുണ്ടാകണം. മണ്ണിന്റെ ട്രസ്റ്റ് കുശവനിലാണ്, കുശവന്റെ പ്ലാൻ മണ്ണിലാണ്. സ്തോത്രം. എന്റെ ആശ്രയം എന്റെ ദൈവത്തിലാണ്, എന്റെ ദൈവത്തിന്റെ പദ്ധതി എന്നിലാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്നറിയാവോ കുശവന്റെ കയ്യിലിരിക്കുന്ന മണ്ണ് കുശവനെ വിശ്വസിക്കണമെന്ന് പറഞ്ഞത്? മണ്ണ് ഓർത്തോണം, നീ രക്ഷപ്പെട്ടു. കേവലം കണ്ടത്തിലോ വഴിയറമ്പിലോ കിടന്നാൽ നീ കേവലം മണ്ണാണ്. വലിയ വർത്താനമൊന്നും ആരും പറയണ്ട. കർത്താവിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ അറിയായിരുന്നു സ്ഥിതി. എവിടെയോ തള്ളപ്പെട്ട, എറിയപ്പെട്ട, ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നൊരു മണ്ണായിരുന്നു. ഞാൻ പറയട്ടെ, കുശവന്റെ കരത്തിൽ നീ വന്നു കഴിഞ്ഞാൽ അവിടെ മുതലാണ് നിനക്കൊരു ഫ്യൂച്ചർ ഉണ്ടാകുന്നത്. ഇതിൽ പ്ലാനും പ്രോസസ്സും പർപ്പസും മാത്രമല്ല, മണ്ണുകൾ മനസ്സിലാക്കണം, കളിമണ്ണ് തിരിച്ചറിയണം. നിനക്കൊരു ഫ്യൂച്ചർ ഉണ്ടാകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഉടഞ്ഞു പോയാലും തകർന്നു പോയാലും നിനക്കൊരു ഫ്യൂച്ചർ ഉണ്ട്. ഫ്യൂച്ചർ ഉണ്ടാകണമെങ്കിൽ ഞാൻ ഈ മെസ്സേജ് കുറച്ചുകൂടെ പോകുമ്പോൾ കുറച്ച് വീഡിയോസും കുറച്ച് പിക്ചറുകളും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ കാണിക്കും. പ്രയോജനമാകുന്നവർക്കാകട്ടെ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, തകർന്നു പോയതിനെ കുശവന് പണിയാൻ പറ്റും. ഫ്യൂച്ചർ ഉണ്ടാകണോ, പർപ്പസിലെത്തണോ, പ്രോസസ്സിലൂടെ പോകണം. പ്രോസസ്സിലൂടെ പോകുന്ന മണ്ണിന് മയം ഉണ്ടാകണം. ഉണങ്ങിപ്പോയ കളിമണ്ണിനെ കുശവന് പണിയാൻ പറ്റില്ല. വെള്ളമയമുള്ള മണ്ണിനെ മാത്രമേ ഷേപ്പിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഉണങ്ങിപ്പോയ മണ്ണ് കുറച്ചെടുത്ത് കയ്യിൽ വെച്ച് ഡ്രൈ ആയി പോയ മണ്ണിനെ കുശവന് താൻ ഉദ്ദേശിക്കുന്ന ഷേപ്പിൽ കൊണ്ടുവരാൻ പറ്റില്ല. മയമുള്ള മണ്ണിനെ, കുഴഞ്ഞ മണ്ണിനെ, മൃദുവായ മണ്ണിനെ 5 വിരൽ മണ്ണിലോട്ട് വെച്ചാൽ 5 വിരലും ആ മണ്ണിൽ പതിയണം. ആ പരുവത്തിനിരിക്കുന്ന മണ്ണിനെ മാത്രമേ കുശവന് പണിയാൻ പറ്റുള്ളൂ. ഒരു മയം ഇല്ലാത്തവനെ, ഡ്രൈ ആയിരിക്കുന്നവനെ, ജഡത്തിൽ ജീവിച്ച്, ഞാൻ പറയുന്നത് വീണ്ടും ആവർത്തിക്കുന്നു, ലോക മനുഷ്യൻ ക്രിസ്തുവിലേക്ക് വന്നാൽ കർത്താവിനെ വിടുവിക്കും. പക്ഷെ ചക്രത്തിനകത്ത് കയറിയിട്ട് ഉണങ്ങിപ്പോയവനെ കുറിച്ചായി പറയുന്നേ. കുശവന്റെ ശാലയ്ക്കകത്ത് കയറിയിട്ട് ഡ്രൈ ആയി പോയവനെ കുറിച്ചാ പറയുന്നേ. എത്രയോ എത്രയോ ഉണങ്ങിപ്പോയ, പണിയാൻ പറ്റാത്ത കേസുകെട്ടുകൾ ലോകത്ത് കിടപ്പുണ്ടെന്നറിയാവോ? പക്ഷെ ഇന്നും മയമുള്ളതിനെ, ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെ, വെള്ളനന ഉള്ളതിനെ കുശവന് പണിയാൻ പറ്റും. ആ വെള്ളം മറ്റൊന്നല്ല കേട്ടോ, അതിനൊക്കെ ഒത്തിരി ആത്മീയാർത്ഥമുണ്ട്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മയം അല്പമെങ്കിലും ഉള്ളവനെ ഈ കുശവന് പണിയാൻ പറ്റും. കാരണം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും തെറ്റേതാ ശരിയേതാന്നുള്ള ബോധ്യം അകത്തു കൊടുക്കുന്ന ആത്മാവില്ലാത്തവനെ ദൈവത്തിന് പണിയാൻ പറ്റില്ല. പൗലോസ് അത് ഇങ്ങനെയാ പറഞ്ഞത്: പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. പക്ഷേ ഇപ്പോഴും നീ കുശവന്റെ ചക്രത്തിലാണോ? ദൈവസന്നിധിയിലാണോ? ഇപ്പോഴും ആ പ്രോസസ്സിലാണോ? നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ട്, നിങ്ങൾക്കൊരു നല്ല ഫ്യൂച്ചർ ഉണ്ട്. നിന്നെ എടുത്ത കരം, ഈ കുശവന്റെ കരം, ഒരിക്കലും നിന്നെ തകർത്ത് കളയില്ല, ചതിക്കില്ല. ആ ചക്രത്തേൽ ഇരുന്ന് നീ തകർന്നു എന്ന് ചിന്തിച്ചാലും ആ കരം നിന്നെ വീണ്ടും പണിയും. ഹല്ലേലൂയ. ജീവിതത്തിൽ എവിടെയൊക്കെയോ
ഏതൊക്കെയോ മേഖലയിൽ ഞാൻ തകർന്നു പോയി, ഞാൻ ചീത്തയായിപ്പോയി, ഞാൻ പരാജയപ്പെട്ടു എന്ന് പറയുന്നവരെന്നെ കേൾക്കുന്നെങ്കിൽ നിരാശപ്പെടരുത്. സാഹചര്യങ്ങൾ കണ്ടും അവസ്ഥകൾ കണ്ടും രോഗങ്ങൾ കണ്ടും ഇപ്പോഴുള്ള ദൈവം ഈ ഭൂമിയെ മൊത്തം ഒരു പ്രോസസ്സിലിട്ടിരിക്കുകയാണ്. ഒരു പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചറിയണം, ഇപ്പോഴീ പ്രോസസ് നടക്കുന്ന എന്തിനാണെന്നറിയോ? വെളിപ്പെടാനുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. സ്തോത്രം. എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ ഇനിമേലാൽ ഉയരുകയില്ല എന്ന് പറഞ്ഞു ചിരിച്ചവർ, എന്നാലും നീ എന്നെ കണ്ടതോ അത് അതിശയം. എന്നുണർവിൻ പുകഴ്ചയല്ല നിനക്കൊരുവനു മാത്രമേ. എന്നാലും നീ എന്നെ കണ്ടതോ അത് അതിശയം. എന്നുണർവിൻ പുകഴ്ചയല്ല നിനക്കൊരുവനു മാത്രമേ. നീ മാത്രം ഉയരണം, നീ മാത്രം ഉയരണം, നീ മാത്രം ഉയരണം, നീ മാത്രം യേശുവേ. നീ മാത്രം ഉയരണം, നീ മാത്രം ഉയരണം, നീ മാത്രം ഉയരണം, നീ മാത്രം യേശുവേ. എല്ലാം തകർന്നു പോയി നിന്നെ ഈ കുശവന്റെ ചക്രത്തിൽ ഈ കളിമണ്ണ് തകർന്നു പോകുമ്പോൾ, അത് ചീത്തയായി പോകുമ്പോൾ, അത് കഴിഞ്ഞു, അതിൻ്റെ കാര്യം തീർന്നു എന്ന് ചിന്തിക്കുമ്പോൾ, പ്രതീക്ഷിക്കാത്ത നിലയിൽ, ആരും എക്സ്പെക്ട് ചെയ്യാത്ത നിലയിൽ ആ കരം അതിനെ വീണ്ടും പണിയുന്ന കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടോ? യിരെമ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ ഇനിമേലാൽ ഉയരുകയില്ല എന്ന് പറഞ്ഞു ചിരിച്ചവർ, ചിരിച്ചോ, എന്നാലും നീ എന്നെ കണ്ടതോ അതതി. ഒരു കാര്യം ലോകം തിരിച്ചറിയണം, ഈ കുശവന്റെ കയ്യിൽ ഈ മണ്ണിരിക്കുന്നിടത്തോളം, ഈ കുശവന്റെ ചക്രത്തിൽ ഈ മണ്ണിരിക്കുന്നിടത്തോളം, ചിരിക്കാൻ വരട്ടെ, പരിഹസിക്കാൻ വരട്ടെ, കുശവൻ നിന്നെ ഞെട്ടിച്ചിരിക്കും. കുശവൻ നിന്നെ ഞെട്ടിച്ചിരിക്കും. കുശവൻ നിന്നെ ഞെട്ടിച്ചിരിക്കും. ഒരു മനുഷ്യ കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു വ്യക്തിയും ചിന്തിച്ചിട്ടില്ലാത്ത, ഒരു വ്യക്തിയും മനസ്സിൽ പോലും കണ്ടിട്ടില്ലാത്ത അടുത്തൊരു ഷേപ്പിലേക്ക് നിന്നെ കുശവൻ പണിത് ഉയർത്തിരിക്കും. കുശവന്റെ കയ്യിലിരിക്കുന്ന മണ്ണിനെ നോക്കി പരിഹസിക്കുന്നവൻ മണ്ടനല്ലേ? കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണിനെ കളിയാക്കുന്നവൻ പോഷനല്ലേ? നീ അല്ല പണിയുന്നത്, ആ കരമ പണിയുന്നത്. സഭയെ പണിയുന്നത് മനുഷ്യനല്ല, വ്യക്തികളല്ല. ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരം അതിനെ ജയിക്കില്ല. വ്യത്യസ്തമായ നിലകളിൽ പണിതുയർത്തുവന്നേ, വ്യത്യസ്തമായ നിലകളിൽ. അതുകൊണ്ട് പിശാചെ നീ ഭയപ്പെട്ടോ? പിശാചെ നീ പേടിച്ചോ? കുശവന്റെ ചക്രത്തിലിരിക്കുന്ന കളിമണ്ണ്, ആ കരം അതിനകത്തോടുന്നിടത്തോളം കാലം നീ ചിന്തിക്കുന്ന പോലെയും വിചാരിക്കുന്ന പോലെയും ഒന്നും ആയിരിക്കില്ല സാധനം കയറിപ്പോന്നേ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നീ വിചാരിക്കും ഒരു പക്ഷേ, സ്തോത്രം, വെളിയിലിരുന്ന് മഴ കൊള്ളാനുള്ള ഒരു ചെടിച്ചട്ടിയായി തീരുമെന്ന്. പറയാൻ പറ്റുകയില്ല കേട്ടോ. ചിലപ്പോ പാലസിനകത്ത് കയറിപ്പോകുന്ന പൂച്ചട്ടിയായിരിക്കും. പറയാൻ പറ്റുകയില്ല. കാരണം നിന്റെയും എന്റെയും കൈ അല്ല അതിനകത്ത് ഓടുന്നേ. പ്രൈസ് ഗോഡ്. മനുഷ്യന്റെ കൈയല്ല അതിനകത്ത് ഓടുന്നേ. പുറത്തെറിയാൻ പോകുന്ന ഒരു ചെടിച്ചട്ടിയാകുമെന്ന നിന്റെ ചിന്തയെങ്കിൽ, നീ പ്രതീക്ഷിക്കാത്ത പാലസിനകത്ത് കൊട്ടാരത്തിന്റെ രാജവീതികളിൽ ഇരിക്കുന്ന ഒരു മൺപാത്രമായി, ആമേൻ, സ്തോത്രം, അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിലേക്ക് അതിനെ എത്തിക്കാൻ ഈ കുശവന്റെ കൈക്ക് കഴിയും. അതുകൊണ്ട് പ്ലാനുണ്ട്, പ്രോസസ് ഉണ്ട്.
പ്രോസസ്സിലൂടെ കടന്നു പോകുന്നതിന് ഒരു പർപ്പസ് ഉണ്ട്. പർപ്പസിൽ ആക്കിയിരിക്കുന്നതിന് ഒരു ഫ്യൂച്ചർ ഉണ്ട്. പറയാമോ, കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണെ, നിനക്കൊരു ഫ്യൂച്ചർ ഉണ്ട്. എന്നാലും നീ എന്നെ കണ്ടതോ അതതിശയം, എന്നുണർവിൻ പുകഴ്ചയല്ല നിനക്കൊരുവന് മാത്രമേ. ഈ കുശവൻ ഒരിക്കൽ ഒരു കല്യാണ വീട്ടിൽ വന്നു. ഒരു കല്യാണ വീട്ടിൽ, അത് കാനാവിലാണ്. അവിടെ വന്നപ്പോ വീഞ്ഞു പാത്രങ്ങൾ, സൗന്ദര്യമുള്ള, ഭംഗിയുള്ള, വളരെ രസമുള്ള മനോഹരമായ പാത്രങ്ങൾ പുരയ്ക്കകത്തിരിപ്പുണ്ട്. പക്ഷെ അത് വീഞ്ഞില്ല. കുശവനൊരാഗ്രഹം, അകത്തിരിക്കുന്ന പാത്രത്തെ അതിന്റെ നിലയിൽ നിന്ന് താഴെ ഇറക്കി പുറത്തിരിക്കുന്ന മൺപാത്രത്തെ എനിക്ക് അകത്ത് കൊണ്ടുവരണം. അതുകൊണ്ടാണ് അവിടെ കൽപാത്രം, ക്ലേ പോട്ട്സ്, മൺപാത്രം എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഈ കുശവൻ അങ്ങനെ ആയിപ്പോയി കേട്ടോ. അവന്റെ സ്വഭാവം അതാണ്. പ്രതീക്ഷിക്കില്ല. നമ്മൾ പ്രതീക്ഷിച്ചതായിരിക്കില്ല. നമ്മൾ ചിന്തിക്കും ഇപ്പോ അവൻ ചട്ടിയാകും, ഇപ്പൊ അവൻ ചെടിച്ചട്ടിയാകും എന്ന് നോക്കിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ ഒരു ഫ്ലവർ വേഴ്സ് ആയിട്ട് പോകുന്നത്. കാരണം നിന്റെ മനസ്സിലെ സ്വപ്നങ്ങൾക്കൊത്തവണ്ണമല്ല മണ്ണവൻ എടുത്തത്. അവന്റെ മനസ്സിലെ ഡിസൈൻ ഒത്തവണ്ണമാണ് അവൻ മണ്ണെടുത്തത്. അവൻ ആ മണ്ണെടുത്ത് ചക്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തിരിക്കുന്നിടത്തോളം, ഞാൻ വീണ്ടും പറയുന്നു, സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, രോഗമോ കടഭാരമോ ദുഃഖമോ വേദനയോ കഷ്ടപ്പാടുകളോ ജീവിതത്തിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ടെങ്കിലും പിന്മാറിപ്പോകരുത്. കുശവന്റെ ചക്രത്തിൽ നിന്ന് മാറിപ്പോകരുത്. അവന്റെ കരത്തിൽ നിന്നും അകന്നു പോകരുത്. പറ്റിപ്പിടിച്ച് ചേർന്നങ്ങിരുന്നോണം. ലോകത്തെ അവൻ ഞെട്ടിക്കും, പണിത് ഉയർത്തും. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഞാൻ പലരോടും പറയാറുണ്ട്, തമ്പുരാന്റെ കൈകളിൽ ഇരിക്കുന്ന, ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന, ആ കുശവന്റെ ചക്രത്തിൽ ഇരിക്കുന്ന, ആ കൈയോട് ചേർന്നിരിക്കുന്ന, ആ കണ്ണിൽ നിന്നും ആ നോട്ടത്തിൽ നിന്നും തെല്ലും മാറാതെ പറ്റിയിരിക്കുന്ന മണ്ണേ, നിന്റെ ഭാവി ഈ ലോകത്തിലെ ഒരു മനുഷ്യനും പ്രെഡിക്റ്റ് ചെയ്യാനൊക്കില്ല. കാരണം കുശവൻ വിരലോടിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടുകാരുടെ സ്വപ്നത്തിനൊത്തവണ്ണമല്ല, കുശവന്റെ സ്വപ്നത്തിനൊത്തവണ്ണമാണ്. അതുകൊണ്ട് പിശാചിന് ഭയമാണ് ദൈവകരത്തിൽ ഇരിക്കുന്നവനെ. ദൈവകരത്തിൽ ഇരിക്കാത്തവനോട് പിശാചിന് എതിർപ്പില്ലെന്നേ. കുശവന്റെ ചക്രത്തിൽ ഇല്ലാത്ത ഒന്നിനോടും അവന് ഫൈറ്റ് ഇല്ല. കുശവന്റെ ചക്രത്തിനകത്തൊരു കളിമണ്ണ് കയറിയാൽ സാത്താൻ അതിനോട് എതിർപ്പാണ്. കാരണം ആ കരം ഏത് നിലയിലാ പണിത് പൊക്കുന്നതെന്ന് പിശാചിന് പോലും അറിഞ്ഞൂടാ. പക്ഷെ പിശാചിന് ഒന്നറിയാം, ആ ചക്രത്തിൽ കയറിയാൽ ആ കൈ തൊട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന്. സ്തോത്രം. ഞാൻ വീണ്ടും പറയുന്നു, കുശവന്റെ കൈ തൊട്ടിട്ടുണ്ടെങ്കിൽ, ആ ചക്രത്തിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവസന്നിധിയിൽ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ അവൻ എടുത്തിട്ടുണ്ടെങ്കിൽ, അവന്റെ പ്ലാനിലാണെങ്കിൽ, നിങ്ങളൊരു പ്രോസസ്സിലൂടെ പോകുകയാണെങ്കിൽ അതൊരു പർപ്പസിന് വേണ്ടിയാണ്. ആ പർപ്പസിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു ഫ്യൂച്ചറുണ്ട്. ആ ഫ്യൂച്ചറിനകത്ത് എത്തുവാൻ ഇന്നും അവന്റെ കരം നിന്നിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ വീണ്ടും ആ പദം എൻ്റെ മനസ്സിലേക്ക് ദൈവം കൊണ്ടുവരികയാണ്. മയമില്ലാത്ത മണ്ണിനെ കുശവൻ ഒരു കാലത്തും പണിയാൻ പറ്റില്ല. മനസ്സ് മുരടിച്ചു പോയതിനെ അധരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നെങ്കിലും നിങ്ങളുടെ ഹൃദയം എന്നെ വിട്ടുമാറിയിരിക്കുന്നു.
ഇതൊക്കെയും നിങ്ങൾക്ക് ഭവിച്ചത് നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തമത്രയെന്നൊക്കെ തിരുവെഴുത്ത് പറയുമ്പോൾ, ദൈവജനമേ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അരക്കാശിന് വകയില്ലെങ്കിലും തല ചായ്ക്കാൻ ഇടവില്ലെങ്കിലും നീ കുശവന്റെ ചക്രത്തിലാണോ? ആ കരം നിന്നിൽ ചലിക്കുന്നുണ്ടോ? ഈ പ്രോസസ് ഒന്ന് കഴിഞ്ഞോട്ടെ, പർപ്പസ് നീ കാണും. ഈ പ്രോസസ് ഒന്ന് കഴിഞ്ഞോട്ടെ, ആ പർപ്പസ് കാണും. ഞാനൊരു സത്യം പറയാം, ഈ കളിമണ്ണ് കുശവൻ എടുത്തോണ്ട് വരുമ്പം, ചക്രത്തിന്റെ മേളിൽ വെക്കുമ്പം ആരും കണ്ടിട്ടില്ല അത് എന്നെ ആയി തീരുമെന്ന്. ഇതൊക്കെ കടയിൽ വന്നു കഴിയുമ്പോഴും സെയിലിന് വെക്കുമ്പോഴുമാണ് ആൾക്കാര് ഇതിന് വിലയിടുന്നതും ഇത് കാണുന്നതും. കുശവൻ മണ്ണ് കയ്യിലെടുത്തപ്പോ തന്നെ വിലയിട്ട് കഴിഞ്ഞു. കുശവൻ മണ്ണ് കയ്യിലെടുത്തപ്പോൾ തന്നെ അതിന്റെ ഫ്യൂച്ചർ അവൻ പ്രഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞു. കുശവൻ മണ്ണ് കയ്യിലെടുത്തപ്പോൾ തന്നെ നീ ഏത് ഷേപ്പിൽ കയറി വരുമെന്ന് അവൻ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. അതിനകത്ത് കയറി ഈ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, അവന്റെ കരം അതിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, അവനകത്ത് കയറി തട്ടിപ്പൊട്ടിക്കാമെന്ന് ആരും ചിന്തിക്കണ്ട. കുശവന്റെ കരം നിന്നെ തട്ടി വെളിക്കളയും. കാരണം അവന്റെ കണ്ണുകളും അവന്റെ കരവും മണ്ണിലാണ്. ഇത് ഞാൻ പ്രസംഗിക്കുമ്പോ ഇതൊക്കെ കാണാൻ പറ്റുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ടാമതായിട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. കുശവൻ ഈ കളിമണ്ണ് ചക്രത്തിൽ വെച്ചിട്ട് ഇത് രൂപപ്പെടുത്തുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവന്റെ കരം ഈ കളിമണ്ണിൻ ഈ ചെളിക്കകത്ത് വിരൽ വെച്ച് ആദ്യം അകത്തോട്ട് കൈ ഇറക്കി പണിയാനുള്ള ഒരു സംഭവം ചെയ്തിട്ടേ വെളിയിലോട്ട് കൈ വെച്ച് പഠിക്കത്തുള്ളൂ. മനസ്സിലായില്ല? ഞാൻ ഒരു വീഡിയോ കാണിക്കാം നിങ്ങളെ. ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണുക. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുശവന്റെ ഒരു കരം എപ്പോഴും ആ പാത്രത്തിനകത്തിറക്കും, മറുകരം വെളി പണിയും. മോനെ, ആ വീഡിയോ ഇവർക്കൊന്ന് കാണിക്കാൻ പറ്റിയാൽ മാത്രമേ. ഒരു കരം എപ്പോഴും കുശവൻ ആ പാത്രത്തിനകത്ത് വയ്ക്കും, മറുകരമായിരിക്കും പുറത്തിരിക്കുന്നത്. ഈ കുശവന്റെ പ്രത്യേകത എന്നാണെന്നറിയാവോ? അവന്റെ കരത്തിൽ ഒരു കളിമണ്ണ് വന്നാൽ, അവൻ തെരഞ്ഞെടുത്താൽ അകത്തും പുറത്തും ഒരുപോലെ പണി നടക്കും. ജീസസ്. മതം എപ്പോഴും പണിയുന്നത് പുറത്താണ്. മതം എപ്പോഴും പണിയുന്നത് പുറത്താണ്. കണ്ടോ? കുശവന്റെ കരം കളിമണ്ണിനകത്തിരിക്കുന്ന കണ്ടോ? ആ പാത്രത്തിനകത്ത് കയറുന്ന കണ്ടോ? മതം എപ്പോഴും നിന്നെ പുറമെ പൂശുന്നത് മാത്രമാണ്. പക്ഷേ യേശുക്രിസ്തു ചെയ്യുന്നത് നിന്റെ പുറത്ത് മാത്രം പെയിന്റ് അടിച്ച് വിടുകയല്ല, നിന്റെ അകം പണിയും. നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ കാഴ്ചകളിലൂടെ ഞാൻ വെളിപ്പെടുത്തുന്നു. കുശവൻ ആദ്യം നിന്റെ അകം പണിയും, നിന്റെ അകം രൂപാന്തരപ്പെടുത്തും. നിന്റെ അകത്തൊരു ഷേപ്പ് ഉണ്ടാക്കിയിട്ടായിരിക്കും നിന്നെ പുറത്ത് ഷേപ്പാക്കുന്നത്. തുറന്നു പറഞ്ഞാൽ ഈ കുശവന്റെ പ്രത്യേകത, അവനാകവും പുറവും ഒരുപോലെ പണിയും. അല്ലാതെ പുറത്ത് മാത്രം ഒരു പെയിന്റ് അടിച്ചു വിടുന്ന ഒരു ദൈവത്തെ കുറിച്ചല്ല ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്നത്. നിന്റെ ഹൃദയത്തിനകത്ത് രൂപാന്തരമുണ്ടാക്കും. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ അകത്തെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഈ അകത്തെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പലപ്പോഴും ഈ പാത്രം ഉടഞ്ഞു പോകുന്നത്. ആ വീഡിയോയിൽ തന്നെ ആ ഭാഗമുണ്ട്. ഇപ്പൊ ഞാൻ അതിലോട്ട് വരുന്നില്ല. ഇനി ഞാൻ ആ വിഷയത്തിന്റെ 1-2 ഭാഗങ്ങളൊന്ന് തൊടാൻ പോവാ. പ്രധാന ഭാഗങ്ങൾ. ഞാൻ ഇത്രയും നേരം അതിന്റെ ആ ഇൻട്രൊഡക്ഷനിലാണ് നിൽക്കുന്നത്. എന്തേലുമൊക്കെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, നമ്മൾ വെറുതെ പാടുക. അനുദിനം നീ
പണിയണമേ. എവിടെയാ പണി നടക്കുന്നേ? കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. പുറത്ത് പണിത് പെയിന്റ് അടിച്ച് ഡിസൈൻ ചെയ്ത് വിടാമെങ്കിൽ ഓക്കെ, സ്വത്രം. പക്ഷേ ആദ്യം കുശവൻ ആ കരം അകത്തിടും. അകം പണിഞ്ഞിട്ടേ പുറം പണിയൂ. അകം ഷെയ്പ്പായിട്ടേ വെളിയിൽ ഡിസൈൻ വരൂ. സ്വത്രം. അകം പണിയാത്ത പലതും എന്നെ കേൾക്കുന്നുണ്ട്. ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതായിരിക്കട്ടെ. നിന്റെ ജീവിതത്തെ പണിതുയർത്തുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ഞാൻ ആ പ്ലാനിനെ കുറിച്ചൊന്ന് പറയാം. കർത്തൃദാസനെ, ദൈവത്തിന്റെ പ്ലാൻ, ഒരു പ്ലാനോടുകൂടെയാണല്ലോ കുശവൻ ഈ മണ്ണെടുക്കുന്നത്. കുറച്ച് ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് വരാം. എന്താ ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള പ്ലാൻ? ഒന്നുകൂടെ പറയാമോ? ഞാൻ ദൈവത്തിന്റെ പ്ലാനിലാണ്. ഞാനിപ്പോൾ ഒരു പ്രോസസ്സിലാണ്. ഈ പ്രോസസ്സിലൂടെ ഞാൻ പോകുന്നത് ഒരു പർപ്പസിന് വേണ്ടിയാണ്. ഓക്കെ, 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ വരട്ടെ. ഒരു നിമിഷം എന്നെ ശ്രദ്ധിക്കണം. ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞ പദം എന്നാ? എന്താണ് ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള പ്ലാൻ? സത്യമായിട്ടും അതൊരു മനുഷ്യന് പറയാൻ പറ്റത്തില്ല. ഒരു വ്യക്തിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ എന്താന്ന് മറ്റൊരു വ്യക്തിക്ക് പറയാൻ പറ്റുകയില്ല. ഒരിക്കലും അത് പറയാൻ പറ്റുകയില്ല. കാരണം ഈ മണ്ണിനെ എടുത്ത കുശവൻ അവന്റെ പ്ലാനിലാണ് എടുത്തത്. അവനാണ് ഈ മണ്ണിനെ കുറിച്ച് സ്വപ്നവും പദ്ധതിയും ഉള്ളത്. അവന്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന അവന്റെ സ്വപ്നങ്ങൾ, അവന്റെ പദ്ധതികൾ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. മനസ്സിലായില്ലെങ്കിൽ ഒരു ചെറിയ ഉദാഹരണം പറയാം. സ്വന്തം കണ്ണിന്റെ മേളിലിരിക്കുന്ന സ്വന്തം പുരികം എനിക്ക് സ്വന്തമായിട്ട് കാണാൻ വയ്യ. പിന്നെ എങ്ങനെ ദൈവത്തിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന പ്ലാൻ ഞാൻ കാണും? ഒരു വ്യക്തിക്ക് ഒരു കട പണിയണമെങ്കിൽ, ഒരു വീട് പണിയണമെങ്കിൽ, ഒരു ഫ്ലാറ്റ് പണിയണമെങ്കിൽ ഒരു എഞ്ചിനീയർ ഒരു പ്ലാൻ വരയ്ക്കും. എഞ്ചിനീയർ ഈ പ്ലാൻ വരച്ചിട്ടേ നാട്ടുകാരെ എല്ലാം കൊണ്ട് കാണിക്കുകയില്ല. ഇതാ കേട്ടോ പ്ലാൻ, കാണിക്കുകയില്ല. വരച്ച പ്ലാൻ ആരുടെ കൊടുക്കുമെന്നറിയോ? ആ പ്രോജക്റ്റ് ആരുടെ പേർക്കാണോ ചെയ്യുന്നത്, ആ പ്രോജക്റ്റിന് വേണ്ടി ആരാണോ പണം ചിലവഴിക്കുന്നത്, ആ പ്രോജക്റ്റ് ആർക്കു വേണ്ടിയാണോ ചെയ്യുന്നത്, പ്ലാൻ അവന്റെ കൊടുക്കും. ഗ്രഹിക്കാൻ പ്രാർത്ഥനയോടായിരിക്കുക. നിങ്ങൾ എങ്ങനെയൊക്കെ ചിന്തിച്ചാലും നിങ്ങളുടെ അടുക്കലിരിക്കുന്ന, നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച്, ആ വ്യക്തിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് ആഴമായി പറയാൻ പറ്റില്ല. പിന്നെ അത് പറയാൻ പറ്റുന്ന ഒരൊറ്റ വ്യക്തി ഈ ലോകത്തിലുള്ളൂ, അത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളെ ആരായുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. അതാണ് ആ വാക്യം. വായിക്കാം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. അങ്ങനെയാണെങ്കിൽ അതിനകത്തുനിന്ന് ഒരു സത്യം ഞാൻ പറയാം. പാത്രം പുറത്തു വന്നതിന് ശേഷം മാത്രമേ ചട്ടിയാണോ, ചെടിച്ചട്ടിയാണോ, പൂച്ചട്ടിയാണോ, മൺചട്ടിയാണോ, പർപ്പസ് എന്തുവാന്ന് പറയാൻ പറ്റൂ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. എന്നാൽ അടുത്ത വാക്യം എന്നാ പറയുന്നേ? നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ മറ്റൊരു കൂട്ടരെ കുറിച്ച് പറയുന്നു, നമുക്കോ, തന്റെ ജനത്തിനോ ദൈവം തന്റെ ആത്മാവിനാൽ ഇതൊക്കെയും വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. ഇനി ഇവിടെ ഈ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു പ്രധാനമായ ഒരു സ്റ്റേറ്റ്മെന്റ് കർത്താവ് നിങ്ങളെ അറിയിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞു, കുശവന്റെ
ചക്രത്തിലിരിക്കുന്ന കളിമണ്ണിന്, കുശവന്റെ കരത്തിലിരിക്കുന്ന കളിമണ്ണിന് ഒരു ഫ്യൂച്ചറുണ്ട്, അതിനൊരു പർപ്പസ് ഉണ്ട്. അതിൽ ആ കളിമണ്ണിനെ എടുത്ത കുശവന് ഒരു സ്വപ്നമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് ചീത്തയാകാം, ചിലപ്പോൾ അല്പം ഉടയാം, ഷേപ്പ് ഇച്ചിരി മാറിയ പോലൊക്കെ തോന്നാം. പക്ഷെ ഭയപ്പെടരുത്, വിഷമിക്കരുത്. കുശവൻ ഏത് പ്രോസസ്സിൽ, പദ്ധതിയിലാണോ ഇത് എടുത്തത്, അതിലേക്ക് അവൻ എത്തിക്കും. എന്നാ സ്കിൽഡ് ഹാൻഡ് ആയത്, എന്തോ എക്സ്പീരിയൻസ്ഡ് ഹാൻഡായി പണിയുന്നേന്നായി പറയുന്നേ. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആയി കുശവന്. വിക്കനായ തടിച്ച നാവുള്ള, വർത്താനം പോലും അറിയാത്തവനെ പണിതുയർത്തൊരു രാജ്യത്തെ വിറപ്പിച്ചു കളഞ്ഞില്ലേ? സ്തോത്രം. മോശയെ പണിത കരം, നോഹയെ പണിത കരം, ഏലിയാവിനെ പണിത കരം, എലീശായെ പണിത കരം, യിരെമ്യാവിനെ പണിത കരം, പഴയ നിയമ പ്രവാചകന്മാരെയും വിശുദ്ധന്മാരെയും പണിത കരം, മീൻപിടുത്തക്കാരനായ മുക്കുവരായ ശിഷ്യന്മാരെ പണിത കരം, ദൈവസഭയ്ക്ക് വിരോധമായി പ്രവർത്തിച്ച ശൗലിനെ പൗലോസാക്കി പണിതുയർത്തിയ കരം, ആ കുശവന്റെ കരം ഇന്ന് എന്നിലും നിങ്ങളിലും വർക്ക് ചെയ്യുന്നു. പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല നിന്റെ ഭാവി എന്തെന്ന്. പക്ഷേ ഇവിടെയാണ് പിശാചിന്റെ കളി. എന്നാന്നറിയാം, പിശാചിന്റെ കളി ഞാൻ പറഞ്ഞുതരാം. പിശാചിന്റെ എല്ലാ കാലത്തെയും ലക്ഷ്യം നീ ദൈവത്തിന്റെ പ്രോജക്റ്റിൽ നിന്ന് പുറത്തു പോകണമെന്നാ. പിശാചിന്റെ എല്ലാ കാലത്തെയും ലക്ഷ്യം നീ ഈ ചക്രത്തിൽ ഇനി തുടരരുത് എന്നുള്ളതാ. പിശാചിന്റെ എല്ലാ കാലത്തെ ലക്ഷ്യം നീ കുശവന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോണമെന്നുള്ളതാ. കാരണം നീ കുശവന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം നീ പിശാചിന് ഭീഷണിയാണ്. നീ കുശവന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം നീ സാത്താന്യ മണ്ഡലത്തിനൊരു ഭീഷണിയാണ്. കാരണം അവൻ ഏത് നിലയിലാണ് നിന്നെ പണിത് പൊക്കുന്നതെന്ന് പിശാചിന് തന്നെ അറിയാൻ, പറയാൻ പറ്റുകയില്ലെന്ന്. അതുകൊണ്ട് നിന്നെ വിശ്വാസത്തിൽ നിന്ന് പുറത്താക്കുക, നിന്നെ ദൈവകൃപയിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകുക. സാഹചര്യങ്ങൾ സൃഷ്ടിച്ചും വ്യക്തികളെ എഴുന്നേൽപ്പിച്ചും പൈശാചിക മണ്ഡലം ശക്തിയോടെ പ്രവർത്തിച്ചും നിന്നെ ദൈവകൃപയിൽ നിന്നും ദൈവ സാന്നിധ്യത്തിൽ നിന്നും പുറകിലോട്ട് കൊണ്ടുപോകുവാൻ പ്രവർത്തിക്കുന്ന പൈശാചിക മേഖലയെ നോക്കി ഇന്ന് പകൽ ആർത്തു വിളിച്ചു പറയുക, ഞാനിപ്പോൾ ഒരു പ്രോസസ്സിലാണ്, പക്ഷെ എന്നെ കുറിച്ചൊരു പർപ്പസ് ഉണ്ട്, എന്നെ കുറിച്ചൊരു ഫ്യൂച്ചർ ഉണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. എന്നാൽ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ ഇതൊക്കെയും വെളിപ്പെടുത്തുന്നു. അപ്പൊ ദൈവത്തിന്റെ ഹൃദയത്തിലെ സ്വപ്നം, ദൈവം നിങ്ങളെ, കളിമണ്ണാകുന്ന നിങ്ങളെയും എന്നെ കുറിച്ചും കണ്ട ഷെയ്പ്പ്, ആ സ്വപ്നം, ആ പ്രോജക്റ്റ് മാനുഷികമായി നമുക്ക് പിടികിട്ടില്ല. അത് ദൈവത്തിന്റെ ഹൃദയത്തിൽ ആരോടും പറയാതെ അവൻ ഒളിപ്പിച്ചിരിക്കുന്ന, സൂക്ഷിച്ചിരിക്കുന്ന ഞാങ്ങണപ്പെട്ടകത്തിനകത്ത് സുരക്ഷിതനായി ഒഴുകുന്ന മോശയെ പോലെയാണ്. സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തികൾ എത്ര ശക്തമാ പ്രിയപ്പെട്ടവരെ. നിങ്ങളൊന്ന് ഓർത്തേ, ചീത്തയായി പോയി, തകർന്നു പോയി എന്ന് വിധി എഴുതിയ നിങ്ങളുടെ എത്രയോ ജീവിതത്തെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ കരം പണിതുയർത്തിയിട്ടുണ്ട്. അഹശ്വേരോശ് രാജാവിന്റെ കാലഘട്ടത്തിൽ മൊർദെഖായി എടുത്തു വളർത്തിയ അനാഥ പെൺകുട്ടിയായ എസ്തേറിനെ ഈ കുശവൻ പണിതുപൊക്കി രാജ്ഞിയാക്കുമെന്ന് ആരെങ്കിലും ചിന്തിച്ചാണോ? സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞ, മിസ്രൈമി അടിമച്ചന്തയിൽ വസ്ത്രരഹിതനായി വിറ്റ, ബുദ്ധിപ്പറിന്റെ ഭാര്യ ഉന്നയിച്ച തെറ്റായ വ്യാജമായ ആരോപണങ്ങൾക്ക് വിധേയപ്പെട്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട ജോസഫെ
ഈ കുശവൻ നിന്നെ അങ്ങ് പണിത് മന്ത്രിയാക്കുമെന്ന് ആരെങ്കിലും ചിന്തിച്ചോ? നീ ജയിലിൽ കിടക്കുമ്പോൾ ലോകം കാണുന്നത് ജയിൽ പുള്ളിയായിട്ടാണ്. നീ ചന്തയിൽ നിൽക്കുമ്പോൾ ലോകം കാണുന്ന അടിമയായിട്ടാണ്. പക്ഷെ കുശവൻ കണ്ടു ജോസഫേ നിന്നിലൊരു മന്ത്രിയെ. ലോകം കാണുമ്പോൾ മോശേ നീ ഒരു വിക്കനാണ്, നീ കഴിവുകെട്ടവനാണ്, നീ ദേഷ്യക്കാരനാണ്, നീ എറിഞ്ഞു പൊട്ടിക്കുന്നവനാണ്. കണ്ടു മോശേ നിന്നിൽ ചെങ്കടലിനെ വിഭാഗിക്കുന്ന ഒരു അഭിഷേകത്തെ. കുശവന്റെ കണ്ണിലൂടെ എനിക്ക് ചിലത് കാണാൻ പറ്റിയാൽ എന്നിൽ എനിക്കൊരു ഷേപ്പ് കാണാൻ പറ്റും. എന്റെ കണ്ണിലൂടെ ഞാൻ എന്നെ നോക്കിയാൽ ഞാൻ വെറും ഒരു ചെളിമണ്ണായിരിക്കും. കുശവന്റെ കണ്ണിലൂടെ നോക്കുക. അസ്ഥിത്താഴ്വരകളുടെ നടുവിൽ യെഗസ്കേൽ എന്ന പ്രവാചകൻ താഴ്വരയിൽ വട്ടം ചുറ്റുമ്പോൾ ഈ കുശവൻ അന്ന് യെഗസ്കേലിനോടൊരു ചോദ്യം ചോദിച്ചു. പ്രവാചകനെ, പ്രൊഫറ്റ്, ഈ അസ്ഥി വല്ലതും ജീവിക്കുവോ? വല്ല ഫ്യൂച്ചറും കാണുന്നുണ്ടോ? പ്രൊഫറ്റ് പറഞ്ഞു, യജമാനനെ, ദൈവമേ, ഫ്യൂച്ചർ പോയിട്ട് ഫിഗർ പോലും ഞാൻ കാണുന്നില്ല. എന്നാ ഇന്ന് പകൽ തിരിച്ചറിഞ്ഞോ, ഫിഗർ ഇല്ലാത്തതിന് ഫ്യൂച്ചർ കൊടുക്കുന്നതാണ് ഈ കുശവൻ. ഉണങ്ങിയ അസ്ഥികളിൽ എനിക്കൊരു ഫിഗർ പോലും കാണാൻ കഴിയുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെ ഒരു ഫ്യൂച്ചർ പറയും? പക്ഷേ ആ കുശവന്റെ കരം ഒരു കാറ്റായി വന്ന് താഴ്വരയിലൊന്ന് വീശിപ്പോയപ്പോൾ എഴുന്നേറ്റു അവിടെ ഒരു സൈന്യം. താങ്ക് യു ലോർഡ് ജീസസ്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ദൈവകരത്തിലാണോ? നിങ്ങൾ കുശവന്റെ ചക്രത്തിലാണോ? വിശ്വാസത്തിൽ വന്നിട്ട് എത്ര വർഷമായി? 20, 10, 18. ആ ചക്രം ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ചക്രത്തിന്റെ കറക്കം നിൽക്കാത്തിടത്തോളം നിന്റെ ഷേപ്പ് ആർക്കും ഇപ്പൊ പറയാൻ പറ്റുകയില്ല. ഇതേ ജെറമ്യായ 29-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണിന്റെ ഭാവിയെ കുറിച്ച് പറയുന്നു. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കോണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. എല്ലാ കളിമണ്ണുകളും ശ്രദ്ധിക്കുക, എല്ലാ കളിമണ്ണുകളുടെയും ശ്രദ്ധയ്ക്ക്. നിങ്ങളെ കരത്തിലെടുത്തിരിക്കുന്ന കുശവൻ, നിങ്ങളെ കരത്തിലെടുത്തിരിക്കുന്നത് നിനക്കൊരു ശുഭഭാവി ഉണ്ടാകാനാണ്. ഞാനതാ പറഞ്ഞത്, പ്ലാനിൻ പ്രകാരമാണ് എടുത്തത്. പക്ഷെ ആ പർപ്പസിൽ എത്തണമെങ്കിൽ പ്രോസസ് ഉണ്ട്. ഈ പ്രോസസ്സിന്റെ ഇടയ്ക്കായി പലതും ഉടയുന്നേ. ആദത്തെ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും തന്റെ പദ്ധതിയിൽ പ്ലാനിൽ സൃഷ്ടിച്ചു. പക്ഷേ പരീക്ഷണങ്ങളുടെ, വെല്ലുവിളികളുടെ, പ്രലോഭനങ്ങളുടെ പ്രോസസ്സിലാണ് അവൻ ഉടഞ്ഞുപോയത്. പർപ്പസിലെത്തിയില്ല. പക്ഷേ പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നു. ഒടുവിലത്തെ ആദം ദൈവത്തിന്റെ പ്ലാനിൻ പ്രകാരം മറിയത്തിന്റെ ഉദരത്തിന്റെ പരിമിതികളിൽ പരിശുദ്ധാത്മാവിൽ ജനിച്ചു. പുത്രൻ കടന്നുപോയ പ്രോസസ് എന്നാ? ആ പ്രോസസ്സിലൂടെ ആരിവിടെ പോയിരിക്കുന്നു. പക്ഷെ ആ പ്രോസസ്സിലെല്ലാം ചക്രത്തെ തന്നെ ഇരുന്നു. ആ പ്രോസസ്സിലെല്ലാം തിരുവഴുത്തിനെ മുറുകെ പിടിച്ചു. ആ പ്രോസസ്സിലെല്ലാം പിതാവിന്റെ ഇഷ്ടങ്ങൾക്ക് വിധേയപ്പെട്ടു. ഞെട്ടിച്ചു കളഞ്ഞില്ലേ കുശവൻ? പറയൂ, പറയൂ ജനമേ. പുത്രൻ കടന്നുപോയ പ്രോസസ്സിൽ പലരും വിധിയെഴുതിയില്ലേ അവൻ തീർന്നു എന്ന്? വീണുമെഴുന്നേറ്റും കാൽവറിയുടെ മലമുകളിൽ എത്തുമെന്ന് പോലും പലതും ചിന്തിച്ചതല്ല.
വഴി വെച്ച് തീർന്നു പോകുമെന്ന് പടയാളികളും പട്ടാളക്കാരും ആൾക്കാരും ചിന്തിച്ചപ്പോൾ കുറേനക്കാരനായ ശിമോനെ വിളിച്ച് കുരിശെടുപ്പിച്ചത് വഴി തീർന്നു പോകാതിരിക്കാനാ. പക്ഷേ ആ പ്രോസസ്സിലെല്ലാം പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി നിന്നുകൊടുത്ത പുത്രൻ പർപ്പസിലെത്തിയോ? ആർത്തു വിളിക്കാനും ചിരിക്കാനും ആ കളിമണ്ണ് തകർന്നു പോയി എന്ന് പറയാനും ഒക്കെ ഒരുപാട് പേർക്കൊരു വെള്ളിയാഴ്ച ദൈവം അനുവദിച്ചെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു ഞായറാഴ്ച വെളിപ്പെടുത്തിയോ കുശവൻ? ഒറ്റ ഉപദേശമേ ഒരു ദൈവദാസൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളൂ. ഈ കയ്യിൽ നിന്ന് പോകരുത്, ഈ ചക്രത്തിൽ നിന്ന് പോകരുത്. പട്ടിണി വന്നാലും കഷ്ടത വന്നാലും ചൂരച്ചെടിയുടെ അവസ്ഥ വന്നാലും ഈസബേല് നിന്നെ കൊന്നുകളയുമെന്ന് വെല്ലുവിളിച്ചാലും ലോകം മുഴുവൻ നിനക്ക് വിരോധമായാലും അവന്റെ സാന്നിധ്യത്തിനകത്ത് കയറി ഇരിക്കുന്നവനെ അവൻ പണിതുയർത്തിയിരിക്കും. ഇസ്രായേൽ ജനത്തിന് അതല്ലേ സംഭവിച്ചത്? പിറുപിറുത്തും അപ്പമില്ലാതിരുന്നപ്പോ മിസ്രൈമിലെ ഇറച്ചിയെക്കുറിച്ചും ചുറ്റുള്ളിയെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചും ദൈവത്തിന്റെ സന്നിധിയിൽ പിറുപിറുത്തും ദൈവത്തെ കുറ്റം പറഞ്ഞും കുശവന്റെ കരത്തെ പരിഹസിച്ചും കറങ്ങുന്ന ജീവിതചക്രത്തെ എന്റെ ജീവിതത്തിൽ ദൈവം ഇത് ചെയ്തല്ലോ എന്നൊക്കെ പഴിച്ചും ഒരു കൂട്ടം പിറുപിറുത്ത് മരുഭൂമിയിൽ തകർന്നുടഞ്ഞപ്പോൾ മോശ പോലും കൽപ്പിക്കാൻ പറഞ്ഞെടുത്ത് ദേഷ്യം തീർത്ത് കല്ലിനകത്ത് അടിക്കുമ്പോൾ എത്രയോ പാത്രങ്ങൾ ആ യാത്രയിൽ പൊട്ടിപ്പോയി. കുശവൻ വീണ്ടും വീണ്ടും അവരെ പണിയാൻ ശ്രമിച്ചു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ മയോ അങ്ങ് പോയി. വീണ്ടും ഞാൻ സഭയോട് പറയുന്നു, പെന്തിക്കോസുകാരാ നിന്നോട് പറയുന്നു, നിന്റെ മയം പോയാൽ, നിന്നിലുള്ള വെള്ളം മയം നിന്നെ രൂപപ്പെടുത്താൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ഏത് ഷേപ്പിൽ തൊട്ടാലും നീ അതിലോട്ട് കയറി വരണം. ആ മയം പോയാൽ പിന്നെ നിന്നെ പണിയാൻ പറ്റില്ല. അവരെയാണ് തിരുവെഴുത്ത് ജഡീകന്മാർ എന്ന് വിളിക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവെന്ന ജലം എപ്പോഴും ഈ മണ്ണിനകത്ത് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ, തളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ, പ്രാർത്ഥനാ മുറിയിൽ പെയ്തിറങ്ങുന്ന മഴയ്ക്കകത്ത് മണ്ണേ നീ നനയുന്നുണ്ടെങ്കിൽ കുശവന്റെ പ്രതീക്ഷ നിന്നിൽ വർദ്ധിക്കുകയാണ്. കുശവന്റെ പ്രതീക്ഷ നിന്നിൽ വർദ്ധിക്കുകയാണ്. ഞാൻ വീണ്ടും ആ പദം ആത്മാവ് തരുന്ന പറയുന്നു. പ്രാർത്ഥനാ മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ പിന്നെയും പരിശുദ്ധാത്മാവിന്റെ മഴയിൽ നനയുന്ന മണ്ണാണെങ്കിൽ കുശവന്റെ പ്രതീക്ഷകൾ പിന്നെയും നിന്നിൽ വർദ്ധിക്കുകയാണ്. അവന്റെ സ്വപ്നങ്ങൾ കൊത്തവണ്ണം നിന്നെ പണിയുവാൻ നീ മയമുള്ള മണ്ണായി തീരുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി ആരോടോ കർത്താവ് അറിയിക്കുന്നു. നിങ്ങൾക്ക് വരുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? എനിക്കൊരു ശുഭഭാവി ഉണ്ടാകണം. ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപണങ്ങൾ തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കത്രേ എന്ന് യഹോവയുടെ അരുളപ്പാട്. വാ തുറന്ന് പറയുക, യേശു കർത്താവ് എനിക്കൊരു ശുഭഭാവി നൽകും. അത് നന്മയ്ക്കായി തീരും. യെശയ്യാവ് 48:17 യെശയ്യാപ്രവചനം 48:17 യെശയ്യാ പറയുന്നുണ്ട്, ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിക്കുവാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ നിന്നോട് അരുളി ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിക്കാൻ, നിന്റെ പ്രവർത്തന മേഖലകളിൽ നിനക്ക് ശുഭത വരുത്താൻ, നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്താൻ നിന്റെ കൂടെ ഞാനുണ്ട്. എൻ്റെ കരം നിന്റെ ഒപ്പമുണ്ട്. അങ്ങനെയാണെങ്കിൽ
ഈ വചനം ഏറ്റെടുക്കാൻ കഴിയുമോ? ശുഭകരമായി പ്രവർത്തിക്കുവാൻ എന്നെ അഭ്യസിപ്പിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എന്നെ ട്രെയിൻ ചെയ്യുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. പോകേണ്ടുന്ന വഴിയിൽ എന്നെ നടത്തുന്ന ഒരു നല്ല കർത്താവ് എനിക്കുണ്ട്. ഞാൻ ഉറപ്പായും നിങ്ങളോട് പറയുന്നു, ഈ വായിച്ച 2 വാക്യത്തിനകത്തും ശുഭകരമായ ഭാവിയെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് ഓർക്കണം, ദൈവത്തിന്റെ പ്ലാനിൽ പരാജയമില്ല, ദൈവത്തിന്റെ പ്ലാനിൽ വിജയം മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ പ്ലാനിൽ നീ കടക്കേണ്ടത് സ്വർഗത്തിലാണ്. ദൈവത്തിന്റെ പ്ലാനിൽ നീ പോകേണ്ടത് നരകത്തിലല്ല. ദൈവത്തിന് കളിമണ്ണെ നിന്നെ കുറിച്ചുള്ള പ്ലാനിൽ ശുഭത മാത്രമേ ഉള്ളൂ. ദൈവത്തിന് കളിമണ്ണെ നിന്നെ കുറിച്ചുള്ള പ്ലാനിൽ നരകമില്ല, സ്വർഗം മാത്രമേ ഉള്ളൂ. ദൈവം നരകം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയല്ല, പിശാചിനെയും അവന്റെ ദൂതന്മാരെയും വലിച്ചെറിയുവാൻ വേണ്ടിയാണ്. പിന്നെ മനുഷ്യാത്മാവ് അതിൽ പോകുന്നത് അവൻ പൈശാചിക ശക്തികൾക്കും പൈശാചിക ചിന്തകൾക്കും പൈശാചികമായ വഴിയിൽ തിരുവഴുത്തുകളെ വിട്ടുമാറി അതിനു വിധേയപ്പെടുന്നത് കൊണ്ടാണ് അവൻ അതിൽ പെട്ടുപോകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, എന്താണ് ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പ്ലാൻ? ശുഭകരമായ ഒരു ലൈഫ് എനിക്കുണ്ടാകും. എന്താണ് ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പ്ലാൻ? ശുഭഭാവി വരുവാൻ. എന്താണ് ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പ്ലാൻ? തിന്മയ്ക്കല്ല നന്മയ്ക്കായുള്ള വഴികൾ എൻ്റെ മുമ്പിൽ തുറക്കുവാൻ. എന്താണ് ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പ്ലാൻ? ഞാൻ പോകുന്നിടത്തെല്ലാം എൻ്റെ പ്രവർത്തന മേഖലകളിലും ഞാൻ ശുഭമായിരിക്കാൻ. ഇതല്ലേ യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ പറഞ്ഞത്? പ്രിയനെ, നിന്റെ ആത്മാവ് സകലത്തിലും ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖമായും ശുഭമായും ഇരിക്കണം. തൻ്റെ ജനം നരകിക്കുന്നത് കാണുവാൻ, തൻ്റെ ജനം തകർന്നു പോകുന്ന കാണാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്നെന്നെ കാണുന്ന കേൾക്കുന്ന നിങ്ങളിൽ ഒരു വ്യക്തികളും തകരുന്നത് കാണാൻ, പരാജയപ്പെടുന്ന കാണാൻ, വീണു പോകുന്ന കാണാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ദൈവത്തിന്റെ പ്ലാനിനകത്ത്, കുശവന്റെ പ്ലാനിനകത്ത്, ഈ ചക്രത്തിനകത്ത് കയറിയ കളിമണ്ണുകളുടെ ശ്രദ്ധയ്ക്ക് നിനക്കൊരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിലൂടെ പോയേ പറ്റത്തുള്ളൂ. ഞാൻ ആ പ്രോസസ്സിലേക്ക് വരും. പ്ലാൻ ഒന്ന് അവസാനിപ്പിക്കട്ടെ. സങ്കീർത്തനം 33:11 എഴുതിയിട്ടുണ്ട്, യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായും ഇരിക്കുന്നു. അപ്പൊ ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള പ്ലാൻ അതൊരു ജനറേഷൻസ് ആയി, തലമുറ തലമുറയായിട്ടുള്ള പ്ലാനാ. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? എന്റെ കാര്യം, ഞാൻ കർത്താവിന്റെ കരങ്ങളിലിരിക്കുന്നു, ഞാൻ ആ ചക്രത്തിലിരിക്കുന്നു, ഞാൻ കുശവന്റെ കരത്തിലിരിക്കുന്നു. എനിക്ക് ഉറപ്പുണ്ട് ആ കരം പണിതുയർത്തുമെന്ന്. എനിക്ക് ഉറപ്പുണ്ട് ആ കരമൊക്കെ ചിലതിനെ ഞെട്ടിച്ചിരിക്കുമെന്ന്. പക്ഷെ ഞാൻ ആ കരത്തിൽ നിന്ന് പുറത്തു പോയാൽ, ഞാൻ ആ കരത്തിൽ നിന്ന് പുറത്തു പോയാൽ പിന്നെ എനിക്ക് ഒരു ലൈഫില്ല, പിന്നെ എനിക്കൊരു ഷേപ്പില്ല. ഞാൻ എവിടെയോ തകർന്ന് പെയ്തിറങ്ങിയ മഴയിൽ ഒലിച്ചു പോകുന്ന ചെളിവെള്ളമായി തീരുകയാണ്. കുശവന്റെ കയ്യിലിരുന്നാൽ ഒരു പാത്രമായി വളരെ രസമുള്ള, ഷേപ്പുള്ള, രൂപമുള്ള ഒന്നായിട്ടിരിക്കാം. ആ കയ്യിൽ നിന്ന് പോയാൽ, വഴിത്തലകളിലേക്ക് വീണാൽ, പെയ്തിറങ്ങുന്ന മഴയിൽ ഞാൻ ഒലിച്ചു പോകുന്ന വെറും വെള്ളമായി തീരും. ഒരു പവറാണെന്നേ. ഈ മാഗ്നറ്റിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കുറെ അയൺ ബോൾസാ, നമ്മൾ ഇരുമ്പ് കഷ്ണങ്ങളാ. ഈ മാഗ്നറ്റ് എന്ന പവർ പോയി കഴിഞ്ഞാൽ താഴെ പോവും. ഈ കാന്ത ശക്തിയിലാ പിടിച്ചിരിക്കുന്ന, ഈ പവറിനകത്താ ഇരിക്കുന്നേ. വെളി സാത്താന്യ സൈന്യം നിന്നെ ഒന്ന് കിട്ടിയ റെഡിയാക്കാനുള്ള വാശിയും ദേഷ്യമാ നിന്നോട്. കാരണം കുശവൻ തിരഞ്ഞെടുത്ത കളിമണ്ണാ നീ. കുശവന്റെ പ്ലാനിലും പദ്ധതിയിലും ഇരിക്കുന്ന വ്യക്തിയാ നീ. എല്ലാ കാലത്തും തന്റെ ജനത്തോട് സാത്താന്യ മണ്ഡലത്തിന് എതിർപ്പുണ്ട്. ആ കൈക്കകത്തുനിന്ന് പോയാൽ പിശാച് നിന്നെ ചിന്നഭിന്നമാക്കി കളയും. പക്ഷെ ആ കൈക്കകത്തിരുന്നാൽ പിശാചിനെ നീ ചിന്നഭിന്നമാക്കും. ദൈവത്തിന്റെ പർപ്പസ് ഒത്തിരി നമുക്ക്
വചനങ്ങളുടെ അകമ്പടിയോടെ നമുക്ക് കാണാം കേട്ടോ. പ്ലാൻ. അഗ്രിപ്പ രാജാവിന്റെ അടുക്കൽ നിന്ന് അപ്പോസ്തല പ്രവൃത്തി 26 അധ്യായത്തിന്റെ 27 വാക്യത്തിൽ ദൈവസന്നിധിയിൽ നിൽക്കുന്ന പൗലോസിനെ നിങ്ങൾക്ക് കാണാം. അവിടുന്ന് വിധിക്കപ്പെട്ട് റോമിലെ ജയിലിലേക്ക് അഗ്രിപ്പ വിധിച്ചയക്കുന്ന അനുഭവം 27 അധ്യായത്തിൽ കാണാം. പക്ഷെ 28 അധ്യായത്തിൽ നമ്മൾ കാണുന്നത് റോമിലെ ജയിലിൽ കിടക്കുന്ന പൗലോസിനെ അല്ല, മെലീത്തയിലെ ഉണർവിൽ നിൽക്കുന്ന പൗലോസിനെയാണ്. അടിച്ച ഓരോ കാറ്റുകളും ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. റോമിലേക്ക് പോകേണ്ട കപ്പലിനെ കാറ്റടിപ്പിച്ച് തിരിപ്പിച്ച് മാൾട്ടയിലെത്തിച്ചു. ഇസ്രായേൽ ജനം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 14 അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ മിഗ്ദോൽ കടലിനും ബാൽസേഫോനും സമീപത്തുള്ള പീഹാഹിരോത്തിനരികെ നിങ്ങൾ പാളയമിറങ്ങണമെന്ന് ദൈവം പറഞ്ഞു. കടലുള്ള റൂട്ട് എടുക്കാൻ പറഞ്ഞു. കടലുള്ള റൂട്ട് അവരെടുത്തു. പക്ഷേ ആ കടലിന്റെ മുമ്പിൽ അവർ പെട്ടു. അവർ മരുഭൂമിയിൽ ഉഴലുന്നു, തകർന്നു, പിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഫറവോനെ അറിയിച്ചു. ഫറവോന് സൈന്യം ഇറങ്ങി വന്നു. ഫറവോന് സൈന്യം ഇറങ്ങി വന്നാലേ ദൈവത്തിന്റെ പ്ലാൻ അവിടെ നടക്കുള്ളൂ. അവരെ ചെങ്കടലിനരികിലൂടുള്ള റൂട്ട് എടുക്കാൻ ദൈവം പ്ലാൻ വരച്ച് മോശയ്ക്ക് കൊടുത്തതിന്റെ കാരണം ഈ ഫറവോനും സൈന്യവും അവിടെ വരികയും ഇസ്രായേൽ ജനം ചെങ്കടലിനെ വിഭാഗിച്ച് മറുകര കയറുകയും തൻ്റെ ജനത്തെ പീഡിപ്പിക്കുന്നവനെ ആ കടലിൽ ഒന്നിച്ച് തീർക്കുകയും ചെയ്യാൻ ദൈവം വരച്ച പ്ലാനായിരുന്നു അത്. ഇസ്രായേൽ മക്കൾ ഫ്രണ്ടിൽ നിന്ന് പിറുപിറുത്തു, അയ്യോ മിസ്രൈമി ശവക്കുഴിയില്ല ഞാനോ ഞങ്ങളെ ചെങ്കടലിന്റെ മുമ്പിൽ കൊല്ലാൻ കൊണ്ടുവന്നെന്ന് ചോദിച്ചു. ദൈവത്തിന്റെ പ്ലാനിൽ നിൽക്കുന്നവൻ പ്രോസസ്സ് തിരിച്ചറിഞ്ഞില്ല. ഈ പ്രോസസ്സിനകത്തൊരു പർപ്പസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയില്ല. ഞാനിനി ആ പ്രോസസ് എന്നാന്ന് പറയുന്നതിന് മുമ്പേ ആ പ്രോസസ് ഞാൻ കാണിക്കാം. കുശവൻ ഈ കളിമണ്ണ് ഉണ്ടാക്കിയിട്ട് പ്ലാനിനൊത്തവണ്ണം ഇവനെ പണിയും. പ്ലാനിനൊത്തവണ്ണം പണിതുയർത്തും. പണിതുയർത്തിയിട്ട് പ്രോസസ്സിലിടും. ഇനി പ്രോസസ്സ് കണ്ട് ഞെട്ടല്ലേ കേട്ടോ. ഇതാണ് പ്രോസസ്. താല്പര്യമുണ്ടോ ആർക്കെങ്കിലും? ഇതാണ് പ്രോസസ്. അയ്യോ എനിക്ക് ഈ പ്രോസസ് വേണ്ട പാസ്റ്ററേ. അയ്യോ ഈ പ്രോസസ്സിലൂടെ പോയാലുണ്ടല്ലോ, അതിലോട്ട് വരിക ഞാൻ. ഇതാണ് പ്രോസസ്. ചക്രതീരുന്ന് കറങ്ങിയപ്പോ രസമുണ്ടായിരുന്നു. ആ കൈ എന്നെ ഷെയ്പ്പുള്ളതാക്കിയപ്പോൾ മനോഹരമായിരുന്നു. ഞാൻ പ്രതീക്ഷയല്ല എൻ്റെ ബ്രദറെ, അയ്യോ എൻ്റെ പാസ്റ്ററെ, ഞാൻ പ്രതീക്ഷയല്ല ഞാൻ ഇങ്ങനെയൊക്കെ വരുമെന്നും കർത്താവ് എന്നെ നടത്തുമെന്നും. അയ്യോ ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, എൻ്റെ ദൈവം എന്നെ വിളിച്ചല്ലോ, ദൈവം എന്നെ കൊണ്ടുവന്നല്ലോ. മക്കളെ, കുശവന്റെ കയ്യിലെ കളിമണ്ണാണോ നീ? ആണോ? ആണെന്നാ എഴുതിയിരിക്കുന്നേ. അങ്ങനെ ആ തിരുവെടുത്ത് പറയുന്നേ. അങ്ങനെയാണെങ്കിൽ ഒരു ചെളി പാത്രമായി, മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ഒരു പാത്രമായി നിന്നെ മാത്രം വെക്കാതെ ഈ പ്രോസസ്സിലൂടെ നിന്നെ വിടുന്ന എന്തിനാണെന്നറിയാവോ? നിനക്ക് താങ്ങാൻ കഴിയണം നിന്റെ അകത്ത് കയറുന്ന ഭാരത്തെ. ചെളി മണ്ണ് ഈ പ്രോസസ് ശ്രദ്ധിക്കുക. ഈ ഫോട്ടോ കാണിച്ചോണ്ട് തന്നെ, എന്നെ കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല മക്കളെ. ചെളി മണ്ണിന്റെ ശ്രദ്ധയ്ക്ക്, കളിമണ്ണിന്റെ ശ്രദ്ധയ്ക്ക്, തീച്ചൂളയുടെ പ്രോസസ്സിലൂടെ നീ പോയില്ലെങ്കിൽ നിന്റെ അകത്ത് കയറുന്ന വെള്ളം ഒന്ന് ഓർത്തേ. ഈ പ്രോസസ്സിലൂടെ പോകാതെ, ഷേപ്പുണ്ട്, രൂപമുണ്ട്, പക്ഷെ ചെളിമണ്ണാണ്. ആ കളിമൺ പാത്രം ഒന്ന് കാണിച്ചേ മോനെ. ഈ തീക്കകത്ത് പ്രോസസ്സിൽ പോകാത്ത പാത്രം ഒന്ന് കാണിച്ചേ. നിങ്ങൾ കണ്ടോ? ഈ പരുവത്തിനാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഇതിനകത്ത് ഒരു തൊട്ടി വെള്ളം കോരി ഒഴിച്ച് നീ ഇതെങ്ങനെ എടുക്കും? എങ്ങനെ എടുക്കും? എടുക്കാൻ പറ്റുമോ? ഇതിനകത്ത് കുറച്ച് അരി ഇടണം. ഈ ചട്ടിക്ക് കലത്തിനകത്ത് അരിയിട്ട് പൊക്കുമ്പോഴത്തേന് എല്ലാം കൂടെ പൊടിഞ്ഞ് താഴെ പോവില്ലേ? നീ ആ ഭാരം എങ്ങനെ താങ്ങും? നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പർപ്പസിൽ നീ എത്തണമെങ്കിൽ, നിന്റെ ഫ്യൂച്ചർ സ്റ്റേബിൾ ആകണമെങ്കിൽ പ്രോസസ്സിലൂടെ പോയേ പറ്റൂ. പ്രോസസ്സ് കാണിച്ചേ.
ഇതാ പ്രോസസ്. ഇനി ഈ പ്രോസസ്സിൽ നിന്ന് പുറത്തിറങ്ങി വന്ന മോൻ ആദ്യം ഇട്ട പിക്ചർ ഒന്ന് കാണിച്ചേ. ഇതാണ് പ്രോസസ്സ് കഴിഞ്ഞ പാത്രം. ഇതിനകത്ത് എത്ര തൊട്ടി വെള്ളവും കയറും. ആ ചെടിച്ചട്ടിക്കകത്ത് നിറച്ച് മണ്ണിട്ട് പൊക്കിക്കൊണ്ട് പോകാം. പൊട്ടില്ലാതെ, തകരില്ലാതെ. എത്ര വെള്ളം അതിൽ കയറും. വെള്ളം വെച്ചതിനെ പൊക്കിക്കൊണ്ട് പോകാം, തകരില്ല. എന്നാന്നറിയോ? തീച്ചൂളയുടെ പ്രോസസ്സിനകത്തൂടെ കയറിയത്. ഇനി മഹാരാഷ്ട്രയിൽ ഒരു വലിയ വീട്ടിൽ തീപിടുത്തം ഉണ്ടായി. വളരെ പ്രസിദ്ധമായ ഒരു പത്രം അവരുടെ ഫ്രണ്ട് പേജിൽ ഇട്ട ഒരു പിക്ചർ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. ഒരു വലിയ ബംഗ്ലാവ്. ഒരു പക്ഷേ ആ ബിസിനസ്സുകാരനെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അറിയും, പറയുന്നില്ല. ആ ബംഗ്ലാവിന് തീപിടുത്തം ഉണ്ടായി. ആ വീട്ടിൽ ഒത്തിരി ഇലക്ട്രോണിക്സ് ഐറ്റം ഉണ്ടായിരുന്നു, ബെഡുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് സാധനം ഉണ്ടായിരുന്നു. മൊത്തവും കത്തിച്ചാമ്പലായി. പക്ഷെ ഞാൻ ആ പത്രത്തിനകത്ത്, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിനകത്ത് ഞാൻ കണ്ട ഫോട്ടോ എന്നായിരുന്നു അറിയാവോ? ആ വീട് മുഴുവൻ കത്തിച്ചാമ്പലായി കിടക്കുമ്പോൾ ആ പത്രവാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, ആ വീട്ടിൽ എല്ലാം വില കൂടിയ പാത്രങ്ങളായിരുന്നു. സ്വർണ്ണം ഉണ്ടായിരുന്നു, പണം ഉണ്ടായിരുന്നു, ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ എല്ലായിട്ടും മൊത്തം കത്തിപ്പോയി. പക്ഷെ ആ പിക്ചറിൽ സകലതും ചാമ്പലായി കിടക്കുമ്പോൾ ഒരു മൺകൂജ, മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു കൂജ മാത്രം ആ ചാമ്പൽ കൂനയുടെ മേളിലിരിക്കുന്നു. അതിനു മാത്രം ഒന്നും പറ്റിയിട്ടില്ല. സ്വർണം കത്തിപ്പോയി, പണം കത്തിപ്പോയി, ഫ്രിഡ്ജ് കത്തിപ്പോയി, TV പൊട്ടിത്തെറിച്ചു പോയി. പക്ഷെ ആ മൺകൂജ മാത്രം ചാമ്പൽ കൂനയുടെ മേളിൽ ഒന്നും പറ്റാതെ തല ഉയർത്തി നിൽക്കുന്നു. എന്താ കാരണം അറിയോ? അവൻ തീക്കകത്ത് ഇറങ്ങി വന്നതാ. അവൻ തീക്കകത്ത് ഇറങ്ങി വന്നതാ. അതുകൊണ്ട് ഇനി ഒരു തീയുടെ കത്തിയാൽ അവന്റെ ബലം കേറത്തേ ഉള്ളൂ. അവൻ പ്രോസസ്സിലൂടെ പോയതാ. പ്രോസസ്സിലൂടെ പോയവനെ യാതൊന്നിനും തകർക്കല്ല. മക്കളെ, ജീവിതത്തിൽ വെളിപ്പെടുന്ന കഷ്ടതയും പരീക്ഷണവും തീച്ചൂളയുടെ അനുഭവമെല്ലാം നിന്നെ ശക്തനാക്കുക. നിന്നെ കരുത്തുള്ളവനാക്കുക. സ്തോത്രം. കുശവൻ അകത്തോട്ട് കൈയിട്ടേ പണിതതും നിനക്ക് ഡിസൈൻ വരച്ചതൊക്കെ നല്ല ഡിസൈൻ എന്നൊക്കെ പറഞ്ഞല്ലേ? അങ്ങനെയുള്ളവരുണ്ട്. മക്കളെ ശ്രദ്ധിച്ച് കേട്ടോണം. അയ്യോ, കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക് വന്ന എന്നാ അനുഗ്രഹമാ. കണ്ടില്ലേ മറ്റേ പാസ്റ്ററിനെ? പുള്ളിക്ക് വണ്ടിയുണ്ട്, വീടുണ്ട്, ആ പുള്ളിക്ക് ചർച്ചുണ്ട്, ആൾക്കാർ. ഓ, നിങ്ങളിതേ കാണുന്നുള്ളൂ, നിങ്ങളിതേ കാണുന്നുള്ളൂ. ഇതൊക്കെ കണ്ടോണ്ട് ചിലത് ചാടി ഇതിനകത്തോട്ട് ഇറങ്ങി വരും. ഇതൊക്കെ കണ്ടോണ്ട് ഈ പദവിയും മാന്യതയും ഒക്കെ കിട്ടുമെന്നൊക്കെ കരുതി ഇതിനകത്ത് ചാടി വരും. ചാടി വരുമ്പം തമ്പുരാൻ ഇങ്ങനെ പണിത്, കൈയിട്ട് പണിത്, ഇങ്ങനെ വരച്ച് ഡിസൈനൊക്കെ വരച്ചിട്ട് കൊണ്ട് തീക്കകത്തോട്ട് ഇടും. അന്നേരം പറയും ഇറങ്ങണ്ടായിരുന്നു, ഇതിനകത്തെങ്ങും വരണ്ടായിരുന്നു, ഇതിനകത്തെങ്ങ് കയറണ്ടായിരുന്നു. പ്രോസസ്സിലൂടെ പോകാൻ റെഡിയാണോ? പ്രോസസ്സിലൂടെ പോകാൻ റെഡിയാണെങ്കിൽ നിന്നെ ഞാൻ പർപ്പസിലെത്തിക്കും. ഈ ഭാഗം വായിച്ചപ്പോഴും കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതൊന്നും ചിന്തിച്ചില്ലല്ലേ? എന്നാ ഇതുകൊണ്ട് സ്തോത്രം. ആരെങ്കിലും പ്രോസസ്സിലൂടെ പോകുന്നവരുണ്ടോ ഈ ഓൺലൈനിൽ എന്നെ കാണുന്നവർ? ഉണ്ടെങ്കിൽ മോനെ അടുത്ത ആ പിക്ചറുകളൊന്ന് കാണിച്ചേ, ആ പ്രോസസ് ഒന്ന് കാണിച്ചേ. തീച്ചൂള ആ പടങ്ങൾ ഓരോന്നോരോന്ന് മാറ്റി മാറ്റി കാണിച്ചേ. അവരുടെ കണ്ണുമില്ല, കണ്ടോ? ഇതിനകത്ത് കയറ്റും. കുശവന്റെ ആലയിലായിരുന്നു നീ ഇതുവരെ. പക്ഷെ കുശവന്റെ ആലയ്ക്കകത്തുനിന്ന് ആ കൈ നിന്നെ പണിതുയർത്തി കഴിഞ്ഞിട്ട് കുശവനൊരാഗ്രഹം, നിന്നെ ചിലയിടത്ത് എത്തിക്കണം.
കുശവനൊരാഗ്രഹം, നീ ശക്തനാകണം. കുശവനൊരാഗ്രഹം, നീ പൊട്ടിപ്പോകരുത്. കുശവനൊരാഗ്രഹം, നീ പ്രയോജനപ്പെടണം. കുശവനൊരാഗ്രഹം, നേരത്തെ നിന്നെ തട്ടിയാൽ സൗണ്ട് ഒന്നും കേൾക്കുകയില്ല. സ്തോത്രം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മൺകലത്തിൽ കൊട്ടി പാടുന്നവരെ? നിന്നിലൊരു ടോൺ ഉണ്ടാകണം. ചെളിക്കകത്ത് കൊട്ടിയ ശബ്ദം വരുവോ? ചെളിക്കകത്ത് കൊട്ടിയ സൗണ്ട് വരുവോ? പക്ഷെ തീച്ചൂളക്കകത്ത് നിന്ന് ഇറങ്ങി വന്നൊരു മൺകലം എടുത്തൊന്ന് കൊട്ടിയ നല്ല ടോണാ അതിന്. ചൂളക്കകത്ത് കയറാൻ റെഡിയാണോ? റെഡി അല്ലെങ്കിൽ കർത്താവിന്റെ വേല, ബൈബിള്, സുവിശേഷം എന്നൊന്നും പറഞ്ഞ് ഒരുത്തനും ഇറങ്ങിയേക്കരുത്. ഇതുണ്ടെന്ന് ഓർത്തോണം. ഈ കുശവന്റെ ആലയും ചക്രവും പണിയുന്ന കളിമണ്ണും മാത്രം കണ്ടോണ്ട് ഇറങ്ങിയേക്കരുത്. ഈ സാധനം ഉണ്ട് എന്ന് മനസ്സിലാക്കി മാത്രമേ പുസ്തകം എടുക്കാവൂ. ഇതിനകത്തൂടെ കയറി ഇറങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക് പകരും നിന്നിൽ പരിമള തൈലം, പകരും നിന്നിൽ ശുദ്ധിയുള്ള വെള്ളം, പ്രയോജനപ്പെടുത്തും പലർക്കും നിന്നെ. ചിലപ്പം നിന്നെ അരമനകളിൽ എത്തിക്കും, ചിലപ്പം നിന്നെ കൊട്ടാരത്തിലെത്തിക്കും. അതാണ് പർപ്പസ്. ഞാൻ പർപ്പസിലോട്ട് വരിക. പക്ഷെ പ്രോസസ്സിന് 2-3 വാക്യം കൂടെ ഒന്ന് വായിച്ചേക്കാം. നമുക്ക് എല്ലാവർക്കും വാക്യം വേണമല്ലോ, പടം മാത്രം പോരല്ലോ. വാക്യം വായിച്ചോ. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം. യേശുക്രിസ്തു എന്നിട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോട് വെളിപ്പെട്ട് വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. പൊന്നാണോ വെള്ളിയാണോ, നീ കല്ലാണോ മരമാണോ പുല്ലാണോ വൈക്കോലാണോ എന്ന് തീ ശോധന ചെയ്യും. വിശ്വാസത്തിൽ ഇറങ്ങിയവരുടെ ശ്രദ്ധയ്ക്ക്, കർത്താവിൻ്റെ വേലക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ പ്രോസസ്സിനകത്ത് കളിമണ്ണെ നിന്നെ ഒരു രൂപമാക്കി പ്രോസസ്സിലോട്ട് വിടുമ്പം, ഈ പ്രോസസ്സിലൂടെ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് വൈക്കോലും മരക്കഷ്ണവും ഒക്കെ ഈ പ്രോസസ്സിനകത്ത് തീരും. പുറത്തോട്ട് ഇറങ്ങി വരാൻ വേറെ സാധനം ഒന്നും കാണുകയില്ല. പക്ഷെ പൊന്നിനെയാണ്, സ്വർണത്തെയാണ്, ഈ കളിമൺ പാത്രത്തെയാണ് പ്രോസസ്സിലൂടെ വിടുന്നതെങ്കിൽ, പൊന്നാണെങ്കിൽ മാറ്റ് വർദ്ധിച്ച് പുറത്തു വരും. കളിമൺ പാത്രമാണെങ്കിൽ സ്ട്രോങ് ആയി നല്ല ടോണോടുകൂടെ പുറത്തു വരും. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിച്ചോ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന ഈ അഗ്നിശോധനയെങ്കിൽ, ഒന്ന് ശ്രദ്ധിക്കണം ആ പദം. ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് ചിന്തിക്കരുത്. പൗലോസും പത്രോസും യോഹന്നാനും എനിക്ക് മുൻപേ ഈ ഓട്ടമോടി തികച്ച എൻ്റെ കർത്താവും അനുഭവിച്ചിട്ടില്ലാത്തതൊന്നും നിങ്ങൾ അനുഭവിക്കുന്നില്ല. ഒരു അപൂർവ കാര്യമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ചിന്തിക്കരുത്. ഈ അഗ്നിശോധനയെങ്കിൽ നിങ്ങൾ അതിശയിച്ചു പോകരുത്, ഞെട്ടിപ്പോകരുത്. എന്താ കാരണം? വായിക്കാം. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. അതാ ഞാൻ പറഞ്ഞത്, ഈ പ്രോസസ്സിലൂടെ പോകുമ്പോൾ ഒരിക്കലും നിങ്ങൾ തകർന്നു പോകരുത്. ഈ തീച്ചൂള നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഈ കയറ്റം ഞാൻ കയറുന്നത് ഒരു ഇറക്കം ഇറങ്ങാനാണെന്ന്. ഒത്തിരി ചിരിക്കല്ലേ, കരയും എന്ന് ചിലർ പറയാറുണ്ട്. നീ ഒത്തിരി കരഞ്ഞോ, എന്നാ നീ സന്തോഷിക്കാൻ പോവാന്ന് പറയാറുണ്ട്. എന്നതുപോലെ തന്നെ കർത്താവിൻ്റെ കഷ്ടങ്ങളിൽ അഗ്നിശോധനയെങ്കിൽ
പ്രതിസന്ധിയെങ്കിൽ ഒരു അപൂർവ കാര്യം സംഭവിച്ചു എന്ന് ചിന്തിച്ച് തകർന്നു പോകരുത്. അതിൻ്റെ നടുവിൽ ആ കഷ്ടങ്ങളിൽ നിങ്ങൾ പങ്കുള്ളവരാകും തോറും നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുവീൻ. അങ്ങനെ സന്തോഷിച്ചാൽ നിങ്ങൾ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. വായിക്കാം ദൈവദാസനെ, വാക്യം വായിച്ചാൽ മതി, മനസ്സിലാകും ആൾക്കാർ. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ന ഏൽക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഉള്ളതിനാലാണ്. പരിശുദ്ധാത്മാവ് മറിയമേ നിന്റെ മുകളിൽ എന്ന് നിഴലിട്ടിറങ്ങിയോ അന്ന് മുതൽ നീയും അനുഭവിക്കാൻ തുടങ്ങി നിന്ദകൾ. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതർക്ക് സ്വാതന്ത്ര്യവും ഉണ്ടാകുവാൻ പിതാവായ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് വ്യക്തമാക്കിയ പുത്രനായ ക്രിസ്തു ആ ഒരൊറ്റ പ്രഭാഷണത്തിന് ശേഷം അനുഭവിക്കാൻ തുടങ്ങി കഷ്ടതകളേറെ. പരിശുദ്ധാത്മാവുള്ളവൻ വ്യത്യസ്തനാണ്. പരിശുദ്ധാത്മാവുള്ളവൻ സാത്താന്യ സാമ്രാജ്യത്തിന് ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് 15-ാമത്തെ വാക്യത്തിൽ പത്രോസ് കുറച്ചും കൂടെ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളാരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയതുകൊണ്ടല്ല നിങ്ങൾ ഈ കഷ്ടം സഹിക്കുന്നത്. പരകാര്യത്തിൽ ഇടപെടാൻ പോയവനായതുകൊണ്ടും അല്ല. പിന്നെ എന്തുകൊണ്ടാണ്? ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്ര വേണ്ടത്. അടുത്ത വാക്യം വായിക്കാം. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ ശ്രേഷ്ഠാവിങ്കിൽ ഫലമേൽപ്പിക്കട്ടെ. അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം, ഓർക്കുക, ഞാൻ ഒരിക്കലും ആവശ്യപ്പെട്ടതല്ലല്ലോ കുശവനോട് എന്നെ ഒന്ന് എടുത്തോണ്ട് പോയി ആ ചക്രത്തിന്റെ മേളിലൊന്ന് വെച്ച് എന്നെ ഒന്ന് രൂപപ്പെടുത്തി എന്നെ ഒരു പാത്രമാക്കണമെന്നൊന്നും ഞാൻ ആവശ്യപ്പെട്ടതല്ലല്ലോ. നമ്മൾ പാടുന്നത് പോലെ ഞാൻ തേടി പോയതല്ലല്ലോ, എന്നെ തേടി വന്നതല്ലേ. ഞാൻ അവനെ തെരഞ്ഞെടുത്തതല്ല, അവൻ എന്നെ തിരഞ്ഞെടുത്തതല്ലേ. ഞാൻ അവനെ കണ്ടെത്തിയതല്ല, അവൻ എന്നെ കണ്ടെത്തിയതല്ലേ. ഞാൻ നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയത്രേ വന്നത് എന്ന് പറഞ്ഞ കർത്താവ് എന്നെ തേടി പിടിച്ചതല്ലേ. അവൻ എന്നെ നേടിയതല്ലേ. ഞാൻ ഒരിക്കലും കുശവനോട് ആവശ്യപ്പെട്ടില്ല എന്നെ എടുത്തോണ്ട് പോയി ആ ചക്രത്തിന്റെ മേളിൽ വെച്ച് ഇന്ന പാത്രമാക്കണമെന്ന്. ഒരിക്കലും എനിക്കത് ആവശ്യപ്പെടാൻ പറ്റില്ല. എന്നെ തിരഞ്ഞെടുത്തതിനായി സ്തോത്രം. എന്നെ ആ ചക്രത്തിനകത്ത് കൊണ്ടുവച്ചതിനായി സ്തോത്രം. ഞാൻ ആവശ്യപ്പെടാത്ത രൂപത്തിലേക്ക് എന്നെ പണിതുയർത്തുന്ന കരത്തിനായി സ്തോത്രം. ഞാൻ പ്രതീക്ഷിക്കാത്ത നിലവാരത്തിലേക്ക് എന്നെ രൂപപ്പെടുത്തുന്ന കരത്തിനായി സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ഈ സർവീസ് കാണുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ആ കുശവന്റെ കരത്തിൽ ഇരിക്കുന്ന കളിമണ്ണാണെങ്കിൽ നിങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സ്രഷ്ടാവിന്റെ ആ കുശവന്റെ കയ്യിൽ ഏൽപ്പിക്കുക. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, കളിമണ്ണിന് എപ്പോഴും ഒരു ചിന്ത ഉണ്ടാകണം. എന്നെ പണിയുന്ന ഈ കരം എന്നെ ചതിക്കില്ല, എന്നെ രൂപപ്പെടുത്തുന്ന ഈ കരം എന്നെ ചതിക്കില്ല, അതെന്നെ തകർത്ത് കളയില്ല. ഞാൻ ചീത്തയായി എന്ന് ചിന്തിക്കുമ്പോഴും ഇനി എടുത്ത് കളയുകയുള്ളൂ എന്ന് ചിന്തിക്കുമ്പോഴും ആ കരം എന്നെ വീണ്ടും പണിയുന്ന കരമാണ്. ഓ, ആ പ്രോസസ്സിനായിട്ടൊന്ന് സ്വോത്രം ചെയ്യാവോ? പ്ലാനിനെ കുറിച്ച് നിങ്ങൾ കേട്ടു, ഈ പ്രോസസ്സിനായിട്ടൊന്ന് സ്വോത്രം ചെയ്യാവോ? അടുത്തൊരു പ്രോസസ് കൂടെ പറയാം. 1 പത്രോസിൽ തന്നെ ഈ പുള്ളി ഈ പ്രോസസ്സിലൂടെ പോയത് ആരാ? ഈ പത്രോസ്. നേരത്തെ കണ്ടില്ലേ തീച്ചുളിയുടെ പ്രോസസ്? പുള്ളി പോയതാ.
അതുകൊണ്ടാണ് ഇദ്ദേഹം ഈ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുന്നേ. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിലെ വായിച്ചേ, 5-ാം അധ്യായം എടുത്തേ, 5-ാം അധ്യായത്തിന്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചേ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. അവൻ നിങ്ങൾക്ക് കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. ഒരു വാക്യം കൂടെ ഉണ്ട്. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. നിങ്ങൾ ആ തീച്ചൂളെ കിടക്കുന്ന കളിമൺ പാത്രം കണ്ടോ? അയ്യോ, 5 കൊല്ലത്തേക്ക് അതിനെ അതിനകത്ത് ഇട്ടേക്കല്ല, അല്പസമയത്തേക്ക് ഇട്ടേക്കുക. ഉടനെ ഈ സാധനം പുറത്തെടുക്കും. പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് ആ പർപ്പസിലെത്തിക്കും. ഇനി ഒരു സത്യം നിങ്ങൾക്ക് അറിയാവോ? തീച്ചൂളക്കകത്ത് കേറിയ പാത്രം, പ്രോസസ്സിലൂടെ പോയ പാത്രം, ആ പ്രോസസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് അതിൽ പ്രൈസ് ടാഗ് വീഴുന്നത്. പ്രോസസ്സിലൂടെ പോയ പാത്രം തീച്ചൂളയിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് കുശവനൊന്ന് കൊട്ടി നോക്കൂ. അതിൽ കറക്റ്റ് ടോൺ ആണെങ്കിൽ, നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രൈസ് ടാഗ് അതിന്റെ മേളിൽ വീഴും. പ്രോസസ്സിലൂടെ പോകാത്ത പാത്രത്തിൽ പ്രൈസ് ടാഗ് ഇടാൻ പറ്റില്ല. എന്താണ് ആ പ്രൈസ്? നിനക്ക് കുശവൻ ഒരു വില അങ്ങോട്ട് ഇടും. റെഡിയാണോ? പാടാൻ എളുപ്പമാ, പ്രസംഗിക്കാൻ എളുപ്പമാ. കേറി വരാവോ? ആർ യു റെഡി? ആ പ്രൈസ് ഇട്ടിട്ട് ദൈവം നിന്നെ ആ പ്രൈസ് വീണ് കഴിഞ്ഞാൽ ഓർത്തോണം, നിനക്കൊരു വില അവൻ ഇട്ട് കഴിഞ്ഞാൽ ഓർത്തോണം. കുശവൻ നിനക്കിട്ടിരിക്കുന്ന വില 500 രൂപയാണെങ്കിൽ അത് കടയിലെത്തുമ്പോ 550 ആകത്തേ ഉള്ളൂ. കുശവന്റെ ശാലയിൽ വന്ന് മേടിച്ചാലും അത് 500. അവനൊരു വില ഇട്ടിട്ടുണ്ടെങ്കിൽ അവൻ ആ വില അതിന് പറയുള്ളൂ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കുശവൻ നിനക്കിട്ടിരിക്കുന്ന വില, ആ വാല്യൂ, ആ പ്രൈസ് എത്ര തന്നെയാണെങ്കിലും ആ വില നിനക്ക് എല്ലായിടവും കാണും. മനസ്സിലായില്ല? ഒന്നുകൂടെ പറയാം. ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് സാധനം ഇറക്കിയാൽ, ഉദാഹരണം പിയേഴ്സ് സോപ്പിന് എറണാകുളത്ത് 100 രൂപയാണ്, കൊട്ടാരക്കരയിൽ 100 രൂപ. പിന്നെ ഇവിടുത്തെ കുശവന്മാരോടെല്ലാം വില പേശാം. ഒരു 500 അങ്ങോട്ട് കൊടുത്ത സൈഡിൽ കൂടെ കാര്യം. ഈ കുശവനോട് ഈ പരിപാടി നടക്കുകയില്ല. ഞാൻ പറയുന്ന സ്വർഗത്തിലെ ദൈവത്തോട് വിലപേശലുകളില്ല. ഒരൊറ്റ മനുഷ്യൻ മാത്രമേ ദൈവത്തോട് വിലപേശിയുള്ളൂ, അബ്രഹാം. കർത്താവേ, 100 പേരുണ്ടെങ്കിൽ നശിപ്പിക്കല്ലേ. ദൈവം പറഞ്ഞു ഇല്ല, 100 പേരില്ല, വിലപേശുക. എന്നാ പിന്നെ 50 പേരുണ്ടെങ്കിൽ 50 പേരും ഇല്ല. കർത്താവ് 10 പേരുണ്ടെങ്കിൽ 10 പേരും ഇല്ല. ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഒരുത്തനും ഇല്ല. ഒരാളിന്ന് വിലപേശിയ ദൈവത്തോട്. ചരിത്രത്തിൽ വിലപേശൽ ദൈവത്തോട് നടത്തിയിട്ടുള്ള മനുഷ്യൻ അബ്രഹാമാ. പക്ഷേ അബ്രഹാമിനെയും അവിടെ വിജയിക്കാൻ ദൈവം സമ്മതിച്ചില്ല. അവനൊരു വിലയിട്ടാൽ അതിന് ആ വിലയാ. അവനൊരു കാര്യത്തെ സ്ഥാപിച്ചാൽ അവൻ സ്ഥാപിച്ചതാ. അവൻ കൽപ്പിച്ചു, അതങ്ങനെ തന്നെ സ്ഥാപിതമായി. ആ പ്രോസസ്സിനകത്ത് പോകുന്ന നീ തിരിച്ചറിയണം, നിന്നെ കുറിച്ച് അവനൊരു പർപ്പസ് ഉണ്ട്.
ആ പർപ്പസിൽ നിനക്ക് വീഴുന്ന ഒരു പ്രൈസ് ഉണ്ട്. ആ പ്രൈസിൽ നീ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു ഫ്യൂച്ചറുണ്ട്. കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണയെ നിനക്കൊരു ഫ്യൂച്ചറുണ്ട്. ആ കയ്യിൽ നിന്ന് പോകാതിരുന്നാൽ മതി. ആരോ പോട്ടെ, കർത്തൃദാസനെ ആരോ പോകട്ടെ, ആരോ പോകട്ടെ, എല്ലാരും കളയട്ടെ, എല്ലാരും മറക്കട്ടെ, എല്ലാരും വിടട്ടെ, എല്ലാരും നിന്നെ ഉപേക്ഷിക്കട്ടെ, ഒരു മനുഷ്യനും നിന്റെ കൂടെ ഇല്ലെങ്കിലും നീ കുശവന്റെ കയ്യിലാണോ? എഴുതി വെച്ചോ, നിന്നെ കളഞ്ഞിട്ട് പോയവനെയെല്ലാം നീ ഒരിക്കൽ ഞെട്ടിക്കും. നീ വരും മാർക്കറ്റിൽ, നീ വരും മാർക്കറ്റിൽ, നീ വരും ഷോറൂമിൽ. ഒരു പ്രൈസ് ടാഗോടുകൂടെ നീ പുറത്തിറങ്ങും. നിനക്ക് വില പറയാനും നിന്നെ ഒന്ന് തട്ടിമുട്ടി നോക്കാനും അടുത്തു വരും ആൾക്കാർ. നിന്റെ ഷേപ്പ് കണ്ട് എൻജോയ് ചെയ്യാൻ, നിന്റെ അകത്ത് പകർന്ന വെള്ളം നുകർന്നെടുക്കാൻ. ഇതെല്ലാം ഇന്ന് പകലൊരു വെളിപ്പാടായി ദൈവസഭയ്ക്ക് ദൈവം കൈമാറുകയാണ്. പക്ഷെ കൂടുതലും എൻ്റെ അനുഭവത്തിൽ പർപ്പസിൽ എത്തുന്നതിന് മുമ്പ് പ്രോസസ്സിൽ തീർന്നു. പർപ്പസിൽ എത്തുന്നതിന് മുമ്പ് പലതും പ്രോസസ്സിൽ കഴിഞ്ഞു. തീച്ചൂള പ്രതിസന്ധി പലതിനെയും ഉടച്ചു കളഞ്ഞു. എന്താണ് പർപ്പസ്? സമയം പോയോണ്ട ഒത്തിരി പറയാനുണ്ട്. എന്താണ് പർപ്പസ്? നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. എനിക്ക് നിന്നോട് അറിയിപ്പാനുള്ളത് ഞാൻ നിന്നെ അറിയിക്കും. എനിക്ക് നിന്നോട് പറയാനുള്ളത് ഞാൻ നിന്നോട് അവിടെ വെച്ച് പറയും. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെന്നു. കുശവൻ ചക്രത്തിൽ ഒരു കളിമണ്ണിനെ പണിയുന്നത് ഞാൻ കണ്ടു. പണിതു വന്ന പകുതി വഴിക്ക് ആ കളിമൺ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ വീണ്ടും നല്ലൊരു പാത്രമാക്കി തീർത്തു. എൻ്റെ ജനമേ, കുശവന്റെ കയ്യിൽ ചീത്തയായി പോയ കളിമണ്ണിനെ കുശവൻ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി. അതാണ് ആ വാക്ക് ഭയങ്കര. ഇനി ആരൊക്കെ അസൂയപ്പെട്ടാലും, ഇനി ആരൊക്കെ എന്നൊക്കെ ചെയ്താലും, കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് അവന്റെ സ്വപ്നങ്ങൾക്കൊത്ത് പണിയപ്പെടും. സ്വത്രം ഒന്ന് ഓർത്തെ, ചീത്തയായി പോയതിനെ മറ്റൊരു പാത്രമാക്കി തീർത്തു എന്ന് പറയുന്നത് ഞാനല്ലേ? ചീത്തയായി പോയതിനെ മറ്റൊരു പാത്രമാക്കി തീർത്തെന്ന് പറയുന്നത് ഈ സർവീസ് കാണുന്ന നിങ്ങളല്ലേ? ശരിയാണോ? എവിടെയോ തകർന്നു പോയവരല്ലേ നമ്മൾ? എവിടെയോ ചീത്തയായി പോയവരല്ലേ നമ്മൾ? എവിടെയൊക്കെയോ പരാജയപ്പെട്ടവരല്ലേ നമ്മൾ? വീട്ടുകാർക്ക് നമ്മളെക്കുറിച്ച് പ്രതീക്ഷയുണ്ടായിരുന്നോ? പഠിപ്പിച്ച അധ്യാപകന്മാർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നോ? ഞാൻ എന്നെക്കുറിച്ച് പറയാം. എൻ്റെ ജ്ഞാനം എൻ്റെ ഭോഷത്വമാണ്, എൻ്റെ നിറവ് എൻ്റെ കുറവുകളാണ്. ഞാൻ ശ്രേഷ്ഠനായതുകൊണ്ടും മിടുക്കനായതുകൊണ്ടും കഴിവുള്ളവനായതുകൊണ്ടുമല്ല ദൈവം എന്നെ തിരഞ്ഞെടുത്തത്. പലർക്കും ഞാനൊരു പരിഹാസ വിഷയമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ പല മേഖലകളിലും, പഠന മേഖലകളിലൊക്കെ എൻ്റെ പ്രതീക്ഷകൾക്കൊത്ത് പണിയപ്പെടാതെ പോയൊരു കളിമണ്ണായിരുന്നു. പക്ഷെ എന്ന് ഈ കുശവൻ എന്നെ തിരഞ്ഞെടുത്തോ, അവൻ്റെ ശാലയിൽ കൊണ്ടുവന്ന് അവൻ്റെ ചക്രത്തിൻ്റെ മേൽ വെച്ച് അവൻ്റെ വിരലുകൾ എൻ്റെ മേൽ ഓടിക്കാൻ തുടങ്ങിയോ, ആരും പ്രതീക്ഷിച്ചില്ലത്. ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത നിലകളിലേക്ക് അവൻ പണിതുപൊക്കി. പല പല പ്രോസസ്സുകളിലൂടെ അവൻ കയറ്റിവിട്ടു. പക്ഷെ ആ ഓരോ പ്രോസസ്സുകൾ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും അകത്തെ കപ്പാസിറ്റികൾ വർദ്ധിക്കുന്നതും ബലം വർദ്ധിക്കുന്നതും വില വർദ്ധിക്കുന്നതും വ്യക്തിപരമായി അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഈ കുശവനെ, ഞാൻ ആശ്രയിക്കുന്നു അവൻ്റെ കരങ്ങളെ. ഇല്ല മകനെ, ഇല്ല, ഇല്ല സിസ്റ്ററെ, ഇല്ല. അവൻ്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണെ അവൻ നിന്നെ ഒരിക്കലും എറിഞ്ഞു കളയില്ല, നിന്നെ പണിതുയർത്തിയിരിക്കും. താങ്ക് യു ജീസസ്. മോനെ, പർപ്പസ് എന്താണെന്നൂടെ പറയാം. 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചേക്കാം. 2 തീമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം 20-21 വാക്യങ്ങൾ.
എന്നാൽ ഒരു വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയുമുണ്ട്. ചിലത് മാനകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. 21-ാം വാക്യത്തിൽ പറയുന്നു, ഇവയെ വിട്ടകന്ന് തന്നെ താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. സഹോദരാ സഹോദരി, പ്രിയ ദൈവദാസനെ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കൂട്ടുവേലക്കാരെ, ഈ കുശവൻ നിങ്ങളെ കരങ്ങളിലെടുത്തിരിക്കുന്നത് നിന്നെ ഒരു മാനപാത്രമാക്കാനാണ്. ഒരു വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങളുണ്ട്, മരവും മണ്ണും കൊണ്ടുള്ള സാധനങ്ങളുണ്ട്. എന്നാൽ ചിലതിനെ മാനകാര്യത്തിനും ചിലതിനെ ഹീനകാര്യത്തിനുമായി ഉപയോഗിക്കുന്നു. പുറത്ത് കാല് കഴുകാൻ വെള്ളം വെച്ചിരുന്ന കൽപാത്രത്തെ നിമിഷം കൊണ്ട് വീഞ്ഞുപാത്രമാക്കുന്ന കുശവന്റെ കരം, ഹീനകാര്യത്തിനായി ഉപയോഗിച്ചിരുന്ന പുറം പറമ്പിലെറിഞ്ഞ കൽപാത്രത്തെ നിമിഷങ്ങൾ കൊണ്ട് മാനപാത്രമാക്കിയില്ലേ ആ കരം. അപ്പൊ നമ്മൾ ചോദിക്കും, ഒരു വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങളുണ്ട്, മരവും മണ്ണും കൊണ്ടുള്ളവയുണ്ട്. ചിലത് മാനകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു, ചിലതിനെ ശ്രേഷ്ഠമായെടുക്കുന്നു. നമ്മുടെ ചിന്തയിൽ പറഞ്ഞാൽ ഈ കുശവൻ ചിലതിനെ കറിച്ചട്ടിയാക്കുന്നു, ഈ കുശവൻ ചിലതിനെ നല്ല തണുത്ത വെള്ളം കിട്ടുന്ന മൺകൂജയാക്കുന്നു, ഈ കുശവൻ ചിലതിനെ ഷോക്കേസിനകത്ത് വയ്ക്കുന്ന പാലസിനകത്ത് കയറുന്ന വലിയ വെയ്സാക്കി മാറ്റുന്നു. ഈ കുശവന് മുഖപക്ഷമുണ്ടോ? അവന്റെ പക്കൽ അനീതിയുണ്ടോ? എന്താ ടിനു ജോർജിനെ ആക്കിയതുപോലെ ഇമ്മാനുവേലിനെ ആക്കാത്ത? എന്താ ഇമ്മാനുവേലിനെ ആക്കിയ പോലെ ടിനു ജോർജിനെ ആക്കാത്ത? എന്താ ക്രിസ്റ്റി പാസ്റ്ററെ പോലെ ജിജി പാസ്റ്ററെ ആക്കാത്ത? എന്താ ജിജി പാസ്റ്ററെ പോലെ ക്രിസ്റ്റി പാസ്റ്ററെ ആക്കാത്ത? എന്താ ബില്ലി ഗ്രഹാമിനെ പോലെ റെയ്നാഡ് ബോങ്കെ ആക്കാഞ്ഞ്? എന്താ റെയ്നാഡ് ബോങ്കെ പോലെ ബില്ലി ഗ്രഹാമിനെ ആക്കാഞ്ഞ്? ഇവന്റെ പക്കൽ അനീതിയുണ്ടോ? എല്ലാവരെയും അങ്ങ് ഒരുപോലെ ആക്കിയാ പോരെ? ഈ ചോദ്യത്തിന് കൃത്യമായ മറുപടി മലയാള അക്ഷരം അറിയാവുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടി വായിച്ചു. റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിർത്താൻ പോവാ. ഈ ലാസ്റ്റ് ഭാഗം ശ്രദ്ധിച്ചു കേട്ടോണം. കുശവന്റെ കയ്യിലിരിക്കുന്ന എല്ലാ കളിമണ്ണുകളും ശ്രദ്ധിച്ചോണം. യെസ്. ആകയാൽ നാം എന്തു പറയണ്ടോ? ദൈവത്തിന്റെ പക്കൽ അനീതിയുണ്ടോ? അങ്ങനല്ലേ നിങ്ങൾ ചോദിച്ചേ? ഒരു നാളും ഇല്ലെന്നാ ഉത്തരം. എനിക്ക് കരുണ തോന്നണം എന്ന്. എനിക്ക് കരുണ, ഇതെന്റെ മനസ്സാ, ഇതെന്റെ മനസ്സാ. കുശവൻ അങ്ങ് തോന്നുക ഇവനെ അങ്ങ് ഫ്ലവർ വേസ് ആക്കിയേക്കാം, കുശവൻ അങ്ങ് തോന്നുക ഇവനെ അങ്ങ് ചട്ടി ആക്കിയേക്കാം. അതെന്റെ മനസ്സാ. അത് ചോദ്യം ചെയ്യാൻ നിനക്ക് അനുവാദം ഇല്ല. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യുമെന്ന് അവൻ മോശയോട് അരുളി ചെയ്തു. താഴോട്ട് വായിച്ചേ. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലും അല്ല, ഓടുന്നവനാലും അല്ല. ഇച്ഛിക്കുന്നവനെ കൊണ്ട് കളിമണ്ണെ, നിന്റെ അഭിപ്രായത്തിന് ഇവിടെ വ്യാലയില്ല. കറങ്ങുന്ന ചക്രമേ, നിനക്കും ഇവിടെ അഭിപ്രായം പറയാനില്ല. പണിയുന്ന കരത്തിന് മാത്രമേ ഇവിടെ എന്തെങ്കിലും സാധിപ്പിച്ചെടുക്കാൻ കഴിയൂ. കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. അടുത്ത വാക്യം. ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ടതിനും എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ എന്ന് തിരുവെഴുത്തിൽ ഫറവോനോട് അരുളി ചെയ്യുന്നു. മോശേ, നിന്നെ എന്തിനാണെന്നറിയാവോ ഞാൻ പണിതുയർത്തിയേ? മോശേ, നിന്നെ എന്തിനാണെന്നറിയാമോ ഞാൻ ഷേപ്പ് ചെയ്തേ? നൈൽ നദിയുടെ വെള്ളത്തിന്റെ ഒഴുക്കിനെ പോലും നിയന്ത്രിച്ച് അരമനകളുടെ അകത്തളങ്ങളിലുള്ള കുളിമുറിയിൽ കുളിക്കേണ്ട സ്ത്രീ കുളക്കരയിൽ വന്ന് കുളിക്കാൻ പ്രേരണ കൊടുത്ത് ഒഴുക്കിന്റെ താളങ്ങളെ, ഓളങ്ങളെ നിയന്ത്രിച്ച് അവൾ കൃത്യമായി ഇറങ്ങി വരുമ്പോൾ അവൾ വരുന്ന മൂമെന്റിൽ നിന്നെ അവൾ എത്തിച്ച് കൊട്ടാരത്തിനകത്ത് നിന്നെ എടുത്തുകൊണ്ട് പോകാൻ അവൾക്ക് മനസ്സ് കൊടുത്ത് അവന്റെ സാമ്രാജ്യത്തെ തകർക്കുവാൻ അവന്റെ അരമനകളിൽ നിന്നെ വളർത്തി. നിനക്ക് പാല് തന്ന് നിന്നെ വളർത്തേണ്ട നിന്റെ അമ്മ ശമ്പളം വാങ്ങിച്ച് പാല് തന്ന് നിന്നെ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ ഞാൻ വളർത്തി പൊക്കിയെടുത്തത് എന്തിനാണെന്നറിയാവോ? മൺപാത്രമായ മോശേ, ഞാൻ പണിതെടുത്ത കളിമൺ പാത്രമാകുന്ന നീ
പ്രോസസ്സുകളിലൂടെ നിന്നെ ഞാൻ വിട്ട് ഏറ്റവും ഒടുവിൽ മേജർ പ്രോസസ് ഹോരേബ് എന്ന മലയിൽ തീച്ചൂളയ്ക്കകത്ത് വെളിപ്പെടുത്തി നിന്നെ ഞാൻ പുറത്തെടുത്തത് നിനക്ക് എത്ര കപ്പാസിറ്റി ഉണ്ടെന്ന്, കളിമൺ പാത്രമായ മോശെ നിന്നിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്ന് എനിക്ക് ഫറവോനെ കാണിക്കാനാണ്. ദൈവത്തിന്റെ എല്ലാ കാലത്തെയും ഈ കുശവനൊരു വാശിയുണ്ട്. ഓ, ഈ കുശവനൊരു വാശിയുണ്ട്. അവൻ പണിതെടുത്ത പാത്രം പ്രയോജനപ്പെടണമെന്ന് അവനൊരു വാശിയുണ്ട്. അവൻ പണിതെടുത്ത പാത്രം വിലയുള്ളതായിരിക്കണമെന്ന് അവന് വാശിയുണ്ട്. ആരൊക്കെ വില കെടുത്താൻ നോക്കിയാലും അവൻ വിലയിട്ട് ഉയർത്തും നിന്നെ. കാരണം അവന്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ അവന്റെ പ്രോഡക്റ്റ് എല്ലാ കാലത്തും ഗ്യാരണ്ടീഡ് ആണെന്ന് അവന് തെളിയിക്കണം. എല്ലാ കമ്പനിക്കാരുടെ ആഗ്രഹം അതാ. സ്വർഗത്തിലെ കമ്പനി ഒട്ടും മോശമല്ല. മോശേ, നീ എന്റെ കയ്യിലിരിക്കുന്ന പാത്രമെങ്കിൽ നിന്റെ ശക്തി ഞാൻ ഫറവോനെ കാണിക്കും. എന്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുക. ഇനി താഴോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം തുടങ്ങി എങ്ങനെ? അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ, മനഞ്ഞിരിക്കുന്നവൻ. ആ ഭാഗം നമ്മൾ വായിച്ചില്ലോ. താഴോട്ട് വായിച്ചേ. അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു. ഇതാണ് എന്റെ പൊന്നു സിസ്റ്റർ, ബ്രദറെ, വെറുതെ അസൂയപ്പെട്ട് പ്രഷർ കൂട്ടല്ലേ. കഷ്ടപ്പെടണ്ട. കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണിനെ ഏത് നിലയിൽ മോൾഡ് ചെയ്യണമെന്ന് അവനാ ഡിസൈഡ് ചെയ്യുന്നത്. നീ വെറുതെ അസ്ഥി ഉരുക്കുന്ന എന്തിനാ? അത് അവന്റെ മനസ്സാ. അയ്യോ, പുള്ളി ഭയങ്കര പ്രാർത്ഥനയുടെ അത് അവന്റെ മനസ്സാ. ഒറ്റ നിമിഷം കൊണ്ട് വസ്തിയെ കസേരയെന്ന് മാറ്റി എസ്തേറിനെ ചേറി കയറ്റുന്നത് അവന്റെ മനസ്സാ. സഹോദരങ്ങൾ മുഴുവൻ തള്ളിക്കളഞ്ഞ് പൊട്ടക്കിണറ്റിലിട്ട ജോസഫിനെ ആക്ഷേപം പറഞ്ഞ പൊത്തീഫറിന്റെ ഭാര്യ ഇരിക്കുന്ന പട്ടണത്തിലെ രാജ്യത്തിലെ പ്രൈം മിനിസ്റ്ററാക്കി അധികാരിയാക്കി കയറ്റിയിരുത്തുന്നത് അവന്റെ മനസ്സാ. എന്റെ പകുതി പോലും ആ പുള്ളി പ്രാർത്ഥിക്കുന്നതല്ല. പക്ഷെ എന്നാ പറയാനാ, പുള്ളിക്ക അവന്റെ മനസ്സാ. ഇവനേക്കാൾ മുമ്പ് ഞാൻ ഇറങ്ങിയതാ. ഞാൻ ഇറങ്ങിയതിന് ശേഷം ഇവൻ ഇറങ്ങി. പക്ഷെ എന്നേക്കാൾ മുമ്പിൽ അവന്റെ മനസ്സാ. അവന്റെ മനസ്സാ അത്. ഇവനേക്കാൾ എത്ര നല്ലതായിട്ട് ഞാൻ പാടും. ചിലരെ മനസ്സിൽ ചിന്തിക്കുന്ന അഹങ്കാരം. ഇവനേക്കാൾ എത്ര നല്ലതായിട്ട് ഞാൻ പാടും. പക്ഷെ എനിക്കില്ല. അവന്റെ മനസ്സാ. തനിക്ക് മനസ്സുള്ളവരെ അത് ചെയ്യുന്നു. അടുത്ത വാക്യം, തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു. ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നു. തനിക്ക് മനസ്സുള്ളവരോട് അവൻ കരുണ തോന്നുന്നു. ആ വാക്യം വായിച്ചോ. അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു. തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു. അതാ ഞാൻ പറഞ്ഞ, ചട്ടി ആക്കണോ ഫ്ലവർ വേസ് ആക്കണോ എന്ന് അവൻ തീരുമാനിക്കും. പാലസിൽ എത്തിക്കണോ മാർക്കറ്റിൽ എത്തിക്കണോ എന്ന് അവൻ തീരുമാനിക്കും. അത് കണ്ടങ്ങ് സന്തോഷിക്കാൻ മനസ്സുള്ളവരെ അവൻ അനുഗ്രഹിക്കും. വായിച്ചോ. ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നത് എന്ത്? ആർ അവന്റെ ഇഷ്ടത്തോട് എതിർത്തു നിൽക്കുന്നു? കുശവന്റെ കരം കളിമണ്ണിന്റെ മേളിൽ വെച്ച് പണിയുമ്പോ ആ ഇഷ്ടത്തോട് ആർക്ക് എതിർത്ത് നിൽക്കാൻ കഴിയും? ആർക്കും കഴിയില്ല. അവന്റെ ഇഷ്ടമേ നടക്കൂ. നമുക്ക് ചേർന്ന് പറയാം ഈ സഭായോഗത്തിൽ, എൻ്റെ വീട്ടിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടമേ നടക്കുള്ളൂ.
സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. വായിച്ചോ പാസ്റ്ററെ. അയ്യോ മനുഷ്യ, നിങ്ങളെ വിളിച്ചേ. ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മനഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് പൗലോസ് കണ്ടോ കുശവന്റെ ഭാഗത്തോട്ട് വരുന്നേ? വായിച്ചോ. മനഞ്ഞിരിക്കുന്നവൻ മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ? കുശവനോട് ചട്ടിക്ക് ചോദിക്കാൻ അനുവാദമില്ല, നീ എന്തിനാ അവനെ ഫ്ലവർ വേസ് ആക്കി എന്നെ ചട്ടിയാക്കിയെന്ന്. പക്ഷെ കുശവൻ അറിയാം, ഫ്ലവർ വേസെ നിനക്കും ഒരു പർപ്പസ് ഉണ്ട്, ചട്ടിയെ നിനക്കും ഒരു പർപ്പസ് ഉണ്ടെന്ന്. കുശവൻ ഉണ്ടാക്കുന്നതൊന്നും പിള്ളേർക്ക് കളിക്കാനുള്ളതല്ല. ഇന്ന് വരെ ഒരു കുശവനും കളിപ്പാട്ടം ഉണ്ടാക്കിയിട്ടില്ല. കുശവൻ ഇതുവരെ പിള്ളേർക്ക് കളിക്കാനുള്ള കളിപ്പാട്ടം കളിമണ്ണയിൽ ഉണ്ടാക്കിയിട്ടില്ല. കുശവൻ ഉണ്ടാക്കുന്നതൊന്നും കളിപ്പാട്ടങ്ങളല്ല. കുശവൻ ഉണ്ടാക്കുന്ന എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. താങ്ക് യു ലോർഡ് ജീസസ്. വായിച്ചോ. അല്ല, കുശവന് അതേ പിണ്ടത്തിൽ നിന്ന്, പൗലോസ് വന്നു ആ ഭാഗത്തോട്ട്. കുശവൻ അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാൻ. 21-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. അല്ല, കുശവന് അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? സഹോദരങ്ങളെ, എന്താണ് മാനപാത്രം? എന്തുകൊണ്ട് ഈ പാത്രം അപമാനപ്പെടുന്നു? ആ ഭാഗം ആ അധ്യായത്തിൽ തന്നെ റോമർ 9-ലും 2 തിമോത്തിയോസ് 2-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ അധ്യായത്തിലും കിടപ്പുണ്ട്. ഇന്നത് എടുക്കാൻ നേരെയില്ല. പക്ഷേ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണേ, നിന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്. ആ പ്ലാനിൽ നിന്നെ എത്തിക്കുവാൻ ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിൽ നിനക്കറിഞ്ഞുകൂടാതെ മറഞ്ഞിരിക്കുന്ന ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസിൽ നിന്നെ എത്തിക്കുവാൻ ഈ കുശവന് കഴിയും. അതുകൊണ്ട് പ്രത്യുത്തരമൊന്നും പറയാനില്ലാതെ, ചോദ്യങ്ങളൊന്നുമില്ലാതെ ആ കൈക്കീഴിൽ താണിരിക്കുക. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും. ഒരിക്കലും നിന്നെ മെനയുന്ന ആ കരം നിന്നെ ചതിക്കില്ല. നിന്നെ പിള്ളേർക്ക് പൊട്ടിച്ചു കളയാനുള്ളൊരു കളിപ്പാട്ടമായിട്ടല്ല ഉണ്ടാക്കുന്നത്, പലർക്കും ഉപയോഗിക്കാനുള്ളൊരു പാത്രമായിട്ടാണ്. എന്നാൽ തളരല്ലേ ആ പ്രോസസ്സിൽ, തകരല്ലേ ആ പ്രോസസ്സിൽ, ചോദിക്കല്ലേ ഈ പ്രോസസ്സ് എന്തിനാന്ന്. നിന്നെ കരുത്തുള്ളവനാക്കുന്നു, നിന്നെ ശക്തനാക്കുന്നു, നിന്റെ അകത്തെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നു, നിന്നെ പ്രൈസിട്ട് പുറത്തിറക്കുന്നു, നിന്നെ വിലയുള്ള വ്യക്തിയാക്കി തീർക്കുന്നു. ഇരമ്യാവേ, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. നിന്നെ എനിക്ക് അറിയിപ്പാനുള്ളത് ഞാൻ അവിടെ വെച്ച് നിന്നെ അറിയിക്കും. നിന്നെ എനിക്ക് കാണിപ്പാനുള്ളത് ഞാൻ അവിടെ വെച്ച് നിന്നെ കാണിക്കും. അവൻ കുശവന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ ചക്രത്തിന്റെ മേലിരിക്കുന്ന കളിമണ്ണവൻ കണ്ടു. കുശവൻ തനിക്ക് ബോധിച്ചതുപോലെ തൻ്റെ മനസ്സ് പോലെ അതിനെ പാത്രമാക്കുന്നത് അവൻ കണ്ടു. എന്നാൽ പ്രോസസ്സിൽ തകർന്നുപോയ പാത്രത്തെ കുശവൻ വീണ്ടും പണിതുയർത്തുന്ന കാഴ്ച അവൻ കണ്ടു. എൻ്റെ ജനമേ, ഇത് എനിക്ക് നിങ്ങളോട് ചെയ്തുകൂടെയോ? കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ കരങ്ങളിലേക്ക് എന്നെ പൂർണ്ണമായും നൽകി തരികയാണ്, സമ്പൂർണമായും ഏൽപ്പിച്ചു തരികയാണ്. താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്. ഒരിക്കൽ ഈ ഭൂമിയിൽ മണ്ണെടുത്ത് മനുഷ്യനെ മെനഞ്ഞ കരം പർപ്പസിലെത്താതെ പോയപ്പോൾ ദൈവം മറ്റൊരു പദ്ധതി ഒരുക്കി. കൈകൊണ്ട് പണിത എല്ലാ പാത്രങ്ങളും തകരുന്നെന്ന് കണ്ടപ്പോൾ മണ്ണിന്റെ അംശമില്ലാത്തൊരു പാത്രത്തെ, ഒരു വിൺ ശരീരത്തെ ഈ ഭൂമിയിലേക്ക് അയച്ചു. പണിതുയർത്തി അവൻ ബാക്കിയുള്ള മൺപാത്രങ്ങളെയെല്ലാം പണിതുയർത്തി. അവൻ വില നഷ്ടപ്പെട്ടതിനെയെല്ലാം
പണിതുയർത്തി അവൻ തകർന്നതിനെല്ലാം നന്ദിയുണ്ടോ കർത്താവിനോട്? എറിഞ്ഞു കളയണ്ട, പെരുമഴയിൽ ഒലിച്ചു പോകണ്ട, ഒരു ചെളിവെള്ളമായി ഒഴുകിപ്പോകേണ്ട എന്നെ ബലമുള്ള ഒരു മൺപാത്രമാക്കി തീർത്ത കുശവനോട് ഇന്ന് പകൽ നന്ദിയുണ്ടോ? നന്ദിയുണ്ടെങ്കിൽ കർത്താവിനെ സ്തുതിച്ചേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം ഇമ്മാനുവൽ ഒരു പാട്ട് പാടും. ആ പാട്ട് ശ്രദ്ധയോടെ കേൾക്കണം. അതും ഒരു ദൂതാണ്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ കരങ്ങളിലേക്ക് നിന്റെ ജനത്തെ നൽകുന്നു. നീ കടത്തിവിടുന്ന ഒരു പ്രോസസ്സുകളിലും തകർന്നു പോകാതെ നിന്റെ പ്ലാനിലെത്തുവാൻ, പർപ്പസിലെത്തുവാൻ നീ കൃപ ചെയ്യണമേ. നീ കൃപ ചെയ്യണമേ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. അവിടുത്തെ സ്നേഹത്തിന് നന്ദി, അവിടുത്തെ കൃപയ്ക്ക് നന്ദി. എന്നെ കാണുന്ന ഓരോ വ്യക്തികളെക്കുറിച്ച് നിനക്കൊരു പ്ലാൻ ഉണ്ടല്ലോ, ഇവരെക്കുറിച്ച് നിനക്കൊരു പർപ്പസ് ഉണ്ടല്ലോ, ഇവർക്ക് നീ നിശ്ചയിച്ചൊരു വിലയുണ്ടല്ലോ. കർത്താവ് ഇവരെ ആദരിക്കണമേ. കർത്താവ് നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. ഈ ഒരു വെളിപ്പാട് എപ്പോഴും അവരുടെ അകത്തുണ്ടാകണമേ. ഈ കുശവന്റെ കരത്തിൽ നിന്ന് ഞാൻ പോയാൽ, ആ സാന്നിധ്യത്തിൽ നിന്ന് ഞാൻ പോയാൽ പിന്നെ എനിക്ക് ഫ്യൂച്ചർ ഇല്ല. പക്ഷെ ഞാൻ തകരുമ്പോഴും, ഞാൻ ഉടയുമ്പോഴും, ഞാൻ തളരുമ്പോഴുമെല്ലാം ആ കരത്തിൽ തന്നെയാണെങ്കിൽ എനിക്കൊരു ഫ്യൂച്ചറുണ്ട്. എന്നെ അവൻ പണിതുയർത്തും, എന്നെ അവൻ മാനിക്കും. നിത്യതയുടെ തുറമുഖത്ത് അവൻ എന്നെ എത്തിക്കും. ആ പൊന്മുഖം കണ്ട് ഞാൻ ആനന്ദിക്കും. ആ തേജസ്സിൽ നിന്നുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കും. ആ മുഖത്തേക്ക് നോക്കിയിട്ട് പറയും, ഉൽപ്പത്തിയിലാദത്തെ പണിതുയർത്തിയ കരം ഞാൻ കാണും. കേവലം പുറംപറമ്പിൽ കിടന്ന ഒരു മണ്ണായ എന്നെ ഒരു മാനപാത്രമാക്കി തീർത്ത ആ കരം ഞാൻ അവിടെ കാണും. അന്ന് ആ കരത്തെ ഞാൻ മുത്തും. എന്നെ പണിതുയർത്തിയ പാദങ്ങളിൽ ഞാൻ വീഴും. ആ പൊന്മുഖത്തിന് ഞാൻ നന്ദി പറയും. കർത്താവേ, നിന്റെ ജനത്തെ ഞാൻ ആശീർവദിക്കുന്നു. യേശുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ, ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. God bless you. കുശവന്റെ കയ്യിലെ മൺപാത്രം പോ എന്നെ ഒന്നുതി പണിയണമേ. ഞാനെന്നെ നൽകിടുന്നേ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നേ. കുശവന്റെ കയ്യിലെ മൺപാത്രം പോ എന്നെ ഒന്നുതി പണിയണമേ. ക്ഷീണിച്ചു പോയിടല്ലേ നാഥായി ഭൂവിൽ ഞാൻ. ജീവൻ പോകുവോളം നിന്നോടു ചേർന്നു നിൽപ്പാൻ. ക്ഷീണിച്ചു പോയിടല്ലേ നാഥായി ഭൂവിൽ ഞാൻ. ജീവൻ പോകുവോളം നിന്നോട് ചേർന്നു നിൽപ്പാൻ. കൃപയേകണേ നിന്നാത്മാവിനാൽ സമ്പൂർണ്ണമായി നിലനിന്നിടാൻ. കൃപയേകണേ നിന്നാത്മാവിനാൽ സമ്പൂർണ്ണമായി നിലനിന്നിടാൻ. നിൻ ജീവൻ നൽകിയതാ ഞാനെന്നും നിന്റേതല്ലേ. പിന്മാറിപ്പോ
ഞാൻ എന്നെ നൽകിടുന്നേ, സമ്പൂർണമായി സമർപ്പിക്കുന്നേ. കുശവന്റെ കയ്യിൽ മൺപാത്രം പോ എന്നെ ഒന്നു നീ പണിയണമേ. ഞാൻ എന്നെ നൽകിടുന്നേ, സമ്പൂർണമായി സമർപ്പിക്കുന്നേ. കുശവന്റെ കയ്യിലെ മൺപാത്രം പോ എന്നെ ഒന്നു നീ പണിയണമേ. കുശവന്റെ കയ്യിലെ മൺപാത്രം പോ എന്നെ ഒന്നു നീ പണിയണമേ.